പ്രതിപക്ഷ നേതാവ് പറവൂരിലെ അദ്ദേഹത്തിന് നിയോജക മണ്ഡലത്തിലെ ഓണച്ചന്തയിൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചത് എല്ലാ സാധനങ്ങളും ഉണ്ടെന്നും നല്ല നിലയ്ക്കുള്ള ഇടപെടലാണ് ഇത്തവണ നടത്തിയെന്നുമാണ് സാർ. അതിന് അദ്ദേഹത്തിനോട് ഞാൻ നന്ദി പറയുകയാണ് സാർ. അദ്ദേഹത്തിനോട് നന്ദി പറയുകയാണ്. ഗവൺമെന്റ് പ്രവർത്തനങ്ങളെ നന്ദി പറയുകയാണ്. സാറേ, ഏറ്റവും രസകരമായ കാര്യം പച്ചക്കള്ളമാണ് ഈ മന്ത്രി പറഞ്ഞത്. ഞാൻ അവിടെ വിളക്കോളത്തിൽ പോകുന്നതല്ലാതെ അവിടെ പ്രസംഗിച്ചിട്ടില്ല. പച്ചക്കള്ളം പറയണം. നിയമസഭയിൽ വന്ന് കൊടിയ ജനാധിപത്യ ധ്വംസനങ്ങളുടെ പാപപങ്കിലമായ ചരിത്രം പിൻനിലാവായുള്ളപ്പോഴും കോൺഗ്രസ് പാർട്ടി ജനാധിപത്യത്തിൻ്റെ പേരിൽ എന്നും ഏറെ ഊറ്റം കൊള്ളാറുണ്ട്. എന്തിനേയും മറയ്ക്കാൻ തങ്ങളുടേതൊരു ജനാധിപത്യ പാർട്ടിയാണെന്ന് നിർലജ്ജം പറയുന്നവരാണ് കോൺഗ്രസ്സുകാർ. ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു ജനാധിപത്യ സമൂഹത്തിൽ നിലനിൽക്കുന്നതിന് പ്രാഥമികമായി വേണ്ടുന്ന ഉൾപാർട്ടി തിരഞ്ഞെടുപ്പുകൾ നിരോധിക്കപ്പെട്ട നോമിനേഷൻ അംഗീകൃത സമ്പ്രദായമായി സ്വീകരിച്ച പാർട്ടിയാണെങ്കിലും അവർ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഊറ്റം കൊള്ളാറുണ്ട്. നിയമനിർമ്മാണ സഭയെ ജനപക്ഷത്ത് നിന്നുകൊണ്ട് അർത്ഥപൂർണമായി ഉപയോഗിക്കുക എന്ന പ്രാഥമിക ജനാധിപത്യ ദൗത്യം കോൺഗ്രസ് പാർട്ടി നിർവഹിച്ചതിൻ്റെ സമീപകാല ഉദാഹരണങ്ങൾ ഒന്നും നമുക്ക് മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് കേരളം ഏറെ ചർച്ച ചെയ്ത കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട അടിയന്തര പ്രമേയം യാതൊരു മുന്നൊരുക്കവുമില്ലാത്ത തട്ടിക്കൂട്ടേർപ്പാടായി അവതരിപ്പിക്കപ്പെട്ടത്. ജനപക്ഷത്ത് നിന്നുകൊണ്ട് ഭരണകക്ഷിയെ കൊണ്ട് മറുപടി പറയിക്കാൻ ബാധ്യസ്ഥരായവർ നിഷേധിക്കപ്പെടുന്ന അനുമതിയുടെ പേരിലുള്ള വാക്കൗട്ടും സ്വപ്നം കണ്ടുകൊണ്ട് ഉദാസീനരായി വാ പൊളിച്ച് നിയമസഭയിലെത്തി. UDF സംവിധാനം ഒന്നാകെ പകച്ചുപോയത് അടിയന്തര പ്രമേയത്തിന് അനുമതികൾ നൽകിക്കൊണ്ടുള്ള ഭരണപക്ഷ തീരുമാനത്തിന് മുന്നിലാണ്. രണ്ടാം ദിനത്തിൽ ആരോഗ്യമേഖലയിലെ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രമേയം കൊണ്ടെത്തി. അവിടെയും വെന്റിലേറ്ററിലായി പ്രതിപക്ഷം. ഇന്നിപ്പോൾ വിലക്കയറ്റം പറഞ്ഞെത്തി. അവിടെയും വീണുപോയത് പ്രതിപക്ഷ നേതാവും കൂട്ടരും. കേരള നിയമസഭയുടെ സമീപകാല ചരിത്രത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. അടിയന്തര പ്രാധാന്യമർഹിക്കുന്ന എല്ലാ പ്രമേയങ്ങളെയും ചർച്ച ചെയ്യാൻ അനുവദിച്ചുകൊണ്ട് പാർലമെൻ്ററി ജനാധിപത്യത്തെ അർത്ഥപൂർണമാക്കിയ ആഞ്ഞുതറക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ തന്നെയായിരുന്നു ഭരണപക്ഷം സ്വീകരിച്ചത്. അപമാനിതരായി തലകുനിച്ചിറങ്ങിപ്പോകേണ്ടി വന്ന UDFന് വേണ്ടി മുഖ്യമന്ത്രിക്ക് മറുപടി പറയാനെന്നോണം സാക്ഷാൽ AK ആൻ്റണി എത്തിയതും കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് പത്രസമ്മേളനം വിളിക്കുന്നു. നിയമസഭയിൽ മുഖ്യമന്ത്രി പരാമർശിക്കാത്ത ശിവഗിരിയിലെ പോലീസ് അതിക്രമത്തിന് ന്യായവാദങ്ങളുമായി എത്തിയ ആൻ്റണി UDFനെ ഒന്നാകെ പ്രതിരോധത്തിലാക്കി. ശിവഗിരി കൈയടക്കാൻ നാഗ്പൂരിൽ നിന്നും ആസൂത്രണം ചെയ്ത ഗ്രാൻഡ് ഡിസൈൻ നടപ്പിലാക്കി കൊടുക്കാൻ കോടതി വിധിയുടെ മറവിൽ ശിവഗിരിയിലെ തപോവനങ്ങളിലേക്ക് പോലീസിനെ അഴിച്ചുവിട്ട നടപടിയെ സ്വയം ഓർമ്മിപ്പിച്ച് AK ആൻ്റണി ആരോടോ കണക്കു തീർത്തു. മുത്തങ്ങയിലെ ക്രൂര പോലീസ് നടപടിയും ആൻ്റണി പരാമർശിച്ചു. മത്സരിച്ച മണ്ഡലങ്ങളിലെല്ലാം തൻ്റെ മതേതര പ്രതിച്ഛായയെ വിശ്വാസം കൊണ്ട് അർപ്പിച്ചുകൊണ്ട് വോട്ട് ചെയ്ത ഒരു പ്രബുദ്ധ സമുദായത്തെ സംഘപരിവാറിൻ്റെ ദുഷ്ട അജണ്ടകൾക്ക് വേണ്ടി ഒറ്റിക്കൊടുത്ത UDF കാലമാണ് ആൻ്റണി ഓർമ്മിപ്പിച്ചത്. അങ്ങനെ അടിയും കൊണ്ട് പുളിയും കുടിച്ച് സിട്രസിനും പാരസെറ്റമോളുമായി ഉറങ്ങാം പ്രതിപക്ഷമേ നിങ്ങൾക്കാകെയും. ഗുരുവിന് മുന്നിലെ വിളക്കുകൾ തട്ടിത്തെറിപ്പിച്ചതടക്കം ശിവഗിരിയിലെയും മുത്തങ്ങയിലെയും പിന്നെ രാജനും കോൺഗ്രസ് കാലത്ത് പോലീസ് മലം തീറ്റിച്ച SNDP നേതാവും മീശ പറിച്ചതടക്കമുള്ള മുറിവുകൾ തോണ്ടിയെടുത്ത അടിയന്തര പ്രമേയങ്ങളുടെ ബാക്കി പത്രവുമായി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെ കോൺഗ്രസ് പ്രവർത്തികൾ കൈ ഉയർത്തുകയാണ്. കണക്ക് സതീശൻ കൂടി എണ്ണി എണ്ണി പറയണം. ചർച്ച തുടരാം. ആദ്യം അതിഥികളെ പരിചയപ്പെടാം. ഡോക്ടർ PK ഗോപൻ, CPIM നേതാവ്. നിജേഷ് അരവിന്ദ്, മുതിർന്ന കോൺഗ്രസ് നേതാവ്. ഒപ്പം മാധ്യമപ്രവർത്തകൻ M ജയചന്ദ്രൻ. ആദ്യം ശ്രീ നിജേഷ് അരവിന്ദിലേക്ക്. ശ്രീ നിജേഷ് അരവിന്ദ്, അടിയന്തര പ്രമേയങ്ങളിലും കോൺഗ്രസ് വീണു. ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ ഒന്നുകൂടി മൂന്ന് അടിയന്തര പ്രമേയങ്ങളിലും വീണത് പ്രതിപക്ഷം. അല്ല, കേരള നിയമസഭയ്ക്കകത്ത് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയകൾക്ക് പകരമായിക്കൊണ്ട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അതൊരു അടിയന്തര വിഷയമാണ് എന്ന് കണ്ടുകൊണ്ട് അവതരിപ്പിക്കുന്ന പ്രമേയത്തിനാണ്
അടിയന്തര പ്രമേയം എന്ന് പറയുന്നത് നേരത്തെ അജിം ഷാ തന്നെ ഇൻട്രഡക്ഷനിൽ പറഞ്ഞതുപോലെ വളരെ അടിയന്തരമായി ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങളെ ചർച്ച ചെയ്തു. അതോടുകൂടി തന്നെ UDFന്റെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ ഒന്നാമത്തെ ധർമ്മം അവിടെ അവസാനിച്ചു. കാരണം ആ പ്രശ്നം അടിയന്തരമാണ് എന്ന് സഭാനാഥന് അതുപോലെ മുഖ്യമന്ത്രിക്ക് ബോധ്യപ്പെടുകയാണ്. അപ്പൊ നമുക്കത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞാൽ തന്നെ പ്രതിപക്ഷം ഉയർത്തിയ വിഷയം അത് ജനകീയ വിഷയമാണ് എന്നും ജനങ്ങൾ അനുഭവിക്കുന്ന വിഷയമാണ് എന്നും കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് എന്നുള്ളതും അവിടെ എസ്റ്റാബ്ലിഷ് ആയി കഴിഞ്ഞു. പിന്നീട് അതിലുള്ള ചർച്ചയാണ്. പിന്നെ ചർച്ചയിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്, ആരാണ് ജയിച്ചത്, ആരാണ് തോറ്റത് എന്നൊക്കെ വിലയിരുത്താൻ അജിം ഷാദിന് കഴിയുന്നുണ്ടെങ്കിൽ പറയുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ 3 വിഷയങ്ങളിൽ ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. 3 വിഷയങ്ങളിലും അതായത് ധർമ്മവും അധർമ്മവും തമ്മിൽ ഏറ്റുമുട്ടി ഒന്നിനെ ജയിപ്പിക്കാനാണ് യുദ്ധം എന്നാണ് നാം പഠിച്ചിട്ടുള്ളത്. പക്ഷെ താങ്കൾ പറയുന്നു വാളുകളുടെ കിലുക്കം കേൾക്കാൻ മാത്രമാണ് യുദ്ധമെന്ന്. തുടരാം താങ്കൾക്ക്. അല്ല, ഞാൻ ആലങ്കാരികമായിട്ട് പറയാനൊന്നുമില്ല. ഞങ്ങൾ ആദ്യത്തെ ദിവസം പറഞ്ഞത് ആരോഗ്യരംഗത്തെ പ്രശ്നമായിരുന്നു. കേരളത്തിൽ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യരംഗത്തെ പ്രശ്നം ഇന്നത്തെ എല്ലാ പത്രങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്ത ഞാൻ വായിച്ച പത്രങ്ങളിലൊക്കെ ഉള്ളത് പിരിവ് നിർത്തി, ശസ്ത്രക്രിയയും നിർത്തി എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം വലിയ അജിം ഷാദിനേക്കാൾ മനോഹരമായ ഭാഷ ഉപയോഗിച്ചുകൊണ്ട് സംസാരിച്ച ആരോഗ്യമന്ത്രി വളരെ വലുതാക്കിയൊക്കെ പറഞ്ഞു പോയി. പക്ഷെ പിറ്റേ ദിവസത്തേക്ക് നമ്മുടെ ശസ്ത്രക്രിയ അവസാനിച്ചു എന്ന വാർത്തയാണ് നമ്മൾ കേട്ടത്. ഇന്നത്തെ പത്രം പറയുന്നത് ശരിയാണെങ്കിൽ വാർത്ത ഇതാണ്. രണ്ടാമത്തെ, അപ്പൊ ആരോഗ്യരംഗത്ത് നിലവിലുള്ള പ്രശ്നം കേരളത്തിലെ സാധാരണക്കാരൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏത് ആശുപത്രിയിലേക്ക്, മെഡിക്കൽ കോളേജ് ആവട്ടെ, ജില്ലാ ആശുപത്രി സംഭവങ്ങളാണ് ഇതൊക്കെ. ആരോഗ്യ മേഖലയുടെ മികവിന്റെ കണക്കുകൾ എണ്ണി പറഞ്ഞപ്പോൾ പ്രതിപക്ഷത്തിന് മിണ്ടാട്ടമില്ലായിരുന്നു ഇന്നലെ. ഒടുവിൽ അവസാനം ഇറങ്ങിപ്പോവുകയായിരുന്നു, ഒരു മറുപടിയും ഇല്ലാതെ. കണ്ടതാണ് മികവിന്റെ നേട്ടങ്ങൾ. ഏതായാലും ആരോഗ്യമന്ത്രിയുടെ പ്രസംഗത്തിനകത്ത് മികവിന്റെ നേട്ടങ്ങളായിരുന്നോ അതോ മറ്റെന്തെങ്കിലും ആയിരുന്നോ നമുക്ക് പഠിക്കാം. ഞാനതിൽ വിഷയമൊന്നുമില്ല. ഏതായാലും കേരളത്തിലെ ഇന്നത്തെ ആരോഗ്യമന്ത്രിക്ക് മാർക്ക് കൊടുക്കാൻ ഞാൻ തയ്യാറല്ല അജിം ഷാ. അതൊന്നും വിചാരിക്കരുത്. അത് കോട്ടയത്തെ ബിൽഡിംഗ് വീണതാണെങ്കിലും ശരി, കോഴിക്കോട്ടെ മെഡിക്കൽ കോളേജിലെ ഇന്നത്തെ അവസ്ഥയാണെങ്കിലും ശരി, അർഷീന എന്ന് പറയുന്ന യുവതിയുടെ വയറ്റിൽ പെട്ട കത്രികയോട് കാണിച്ച സമീപനമാണെങ്കിലും ശരി, ആരോഗ്യമന്ത്രിക്ക് മാർക്ക് കൊടുക്കാൻ തൽക്കാലം തയ്യാറല്ല. ഹൃദയമാറ്റ ശസ്ത്രക്രിയകൾ അടക്കം നിരവധി എണ്ണി പറയാറുണ്ട്. അതൊന്നും മാർക്ക് കൊടുക്കരുത്. നമ്മൾക്കറിയാലോ, തിരുവനന്തപുരത്ത് ഒരു ഡോക്ടർ വന്ന് പറഞ്ഞിട്ട് അവരുടെ പിറകെ സൈക്കിൾ എടുത്ത് കൂടിയതല്ലായിരുന്നു. അദ്ദേഹം ഒരു സത്യസന്ധനായ ഇടതുപക്ഷക്കാരൻ. അദ്ദേഹം പറഞ്ഞല്ലോ, മിനിസ്റ്റർക്കോ സർക്കാരിനോ എതിരെ അല്ലെന്ന്. പിന്നെ അദ്ദേഹത്തെ അല്ല, മിനിസ്റ്റർക്കാണെങ്കിലും അദ്ദേഹം ഒരു നിങ്ങളുടെ വാക്ക് കടമെടുത്ത് പറഞ്ഞ സിസ്റ്റത്തിനെതിരായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ടാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് എന്തൊക്കെയായിരുന്നു അദ്ദേഹത്തിനെതിരെ. നിങ്ങൾ കേട്ടില്ല, അവിടുത്തെ 2 ഡോക്ടർമാരെ കൊണ്ട് പത്രസമ്മേളനം നടത്തിക്കുന്നു, വേറൊരാള് ആ പത്രസമ്മേളനത്തിനെ ഡയറക്റ്റ് ചെയ്യുന്നു. അവസാനം എന്താണ് പൊതുജനം വിശ്വസിച്ചു. എന്താ വിശ്വസിച്ചത്? ആ ഡോക്ടർ പറഞ്ഞതാണ് ശരി എന്ന് പൊതുജനം വിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടായി. അവസാനം സറണ്ടർ ചെയ്ത് പോകേണ്ടി വന്നു. കേരളത്തിലെ ആരോഗ്യരംഗത്തിന് ഒരു സംഭാവനയും നൽകാൻ നിർഭാഗ്യവശാൽ ഇന്നത്തെ മന്ത്രിക്ക് സാധിച്ചിട്ടില്ല അജിം ഷാദെ. അത് നമുക്ക് കണക്കെടുത്ത് പറയാം. രണ്ടാമത്തെ കാര്യം, പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വിഷയം ഞങ്ങൾ ഉയർത്തിയ വിഷയം കേരളത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നിയമസഭ ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട്. നിയമസഭയിൽ അതിന് മറുപടി പറഞ്ഞ കേരളത്തിന്റെ മുഖ്യമന്ത്രി നരേന്ദ്രമോദിക്ക് ഏകദേശം സമാനമായ, നമ്മൾക്കറിയാം, മണിപ്പൂർ വിഷയം ചർച്ച ചെയ്യുന്ന സമയത്ത് അദ്ദേഹം 1.5 മണിക്കൂർ സമയം എടുത്തിട്ടാണ് അതിന് മറുപടി പറഞ്ഞത്. നമുക്ക് കഴിഞ്ഞ മന്ത്രിസഭയ്ക്കകത്ത് ഇന്ത്യ മുഴുവൻ കാത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ മറുപടി. അദ്ദേഹം ലോകം മുഴുവൻ സഞ്ചരിച്ച് വന്ന അവസാനം മണിപ്പൂരിലൂടെ കയറി ഇറങ്ങി ചർച്ച അവസാനിപ്പിച്ചു. അതുപോലെ തന്നെയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഏതോ കാലം മുതൽ ഉള്ള കേരളത്തിലെ കസ്റ്റഡി ഭരണങ്ങളെ പറ്റിയും കസ്റ്റഡി പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞ് കുന്നംകുളത്തൂടെ ഒന്ന് ചാടി അങ്ങ് പോയി. കേരളത്തിലെ ജനതയ്ക്ക് മുന്നിൽ കറക്റ്റാണ് അജിം ഷാ. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അജിം ഷാദിന് ഒരു ഘട്ടത്തിലും ന്യായീകരിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഈ പാനലിസ്റ്റുകളായ ആളുകൾ കഴിയാത്ത ഒന്നാണ്. അല്ല, ന്യായീകരിക്കാൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരു മാധ്യമ പ്രവർത്തകന് ന്യായീകരിക്കാൻ കഴിയാത്ത ഒന്നാണ് കേരളത്തിലെ പോലീസിൽ നിന്നുണ്ടായത്. അത് 2 വർഷക്കാലം മൂടി വെച്ചു. അജിം ഷാദും വിജേഷും വന്ന് വിശദീകരിച്ച കാര്യങ്ങളൊക്കെ UDF കാലത്തേതാണ്. ഞാൻ അവിടെ ഒളിച്ചോടുന്നില്ല അജിം ഷാദും നിജേഷും അല്ലെങ്കിൽ ഈ പാനലിലുള്ള ആളുകളും ആ കസ്റ്റഡി മർദ്ദനം കണ്ടത് കഴിഞ്ഞ ദിവസമായിരുന്നുവെങ്കിൽ കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വളരെ കാലം മുമ്പ്, 2 കൊല്ലം മുമ്പ് കണ്ടിട്ടുണ്ട് ആ പോലീസ് മർദ്ദനം. 2 കൊല്ലം മുമ്പ് അതിനവർ ചെയ്തു കൊടുത്തതാണ് വീടിനടുത്തേക്കുള്ള ഒരു സ്ഥലം മാറ്റമാണ്. കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് യൂത്ത് കോൺഗ്രസ്സുകാരനായതുകൊണ്ടല്ല, സുജിത്തിനല്ല. അതേ സമയത്ത് തന്നെയാണ് അതിനെതിരെ നടപടി സ്വീകരിക്കുകയും 144 പേരെ പുറത്താക്കിയെന്നും പറഞ്ഞില്ലേ? 144 പേർക്കെതിരെ നടപടിയെടുത്തു 2025 സെപ്റ്റംബർ വരെ എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ ഏതെങ്കിലും ഒരു ചരിത്രം UDF കാലത്തിൽ പറയാനുണ്ടോ? എന്റെ ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ആണ്. എന്റെ ക്വസ്റ്റ്യൻ, കൊല്ലം സ്റ്റേഷനകത്ത് DYFIയുടെ മേഖലാ സെക്രട്ടറി നിഖിലിനെയും അദ്ദേഹത്തിന്റെ സഹോദരനായ
പട്ടാളക്കാരനായ ഉദ്യോഗസ്ഥനെയും അതിക്രൂരമായി മർദ്ദിച്ചു. അതിനെതിരെ ആ പോലീസുകാർക്കെതിരെ എന്ത് നടപടിയാണ് കോൺഗ്രസ് വിട്ടേക്കാം? ഡിവൈഎഫ്ഐയുടെ നേതാവിനെ മർദ്ദിച്ചതിനെതിരെ എന്ത് നടപടിയാണ് ഉണ്ടായത്? അദ്ദേഹത്തിന് ഇതുവരെ ആ CCTV രംഗം വിട്ടുകൊടുത്തോ? കൊല്ലത്തെ സ്റ്റേഷനിലാണല്ലോ. കഴിഞ്ഞ ദിവസം എന്നെയും നിങ്ങളെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് കേരളത്തിലെ 3 വിദ്യാർത്ഥി പ്രവർത്തകരെ കറുത്ത മുഖം മൂടിയിട്ടുകൊണ്ട് കയ്യിൽ വിലങ്ങണിച്ച് ട്രംപ് അമൃത്സറിലേക്ക് നമ്മുടെ ഇന്ത്യക്കാരനെ അയക്കുന്നത് പോലെ കൈവിലങ്ങിട്ടുകൊണ്ട് ഹാജരാക്കിയ ഷാജഹാനെ സെക്യൂർ ആക്കിക്കൊണ്ട് പോലീസ് ആസ്ഥാനത്തേക്ക് ആരും കാണാത്ത രീതിയിൽ മാറ്റിക്കൊടുക്കുകയാണ് കേരളത്തിലെ പിണറായി വിജയൻ സർക്കാർ ചെയ്തത്. അതാണ് നിജേഷ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഇതിലെ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് ഡോക്ടർ PK ഗോപൻ മറുപടി പറയും. ഞാൻ സൂചിപ്പിക്കുന്നത് താങ്കളിൽ നിന്നുള്ള ഒരു ഇതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ്. അതായത് പോലീസ് 56-ൽ കേരളം രൂപീകൃതമായതിനു ശേഷം മുതലുള്ള പോലീസിന്റെ തുടർച്ച അതാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. അങ്ങനെ പോലീസിന്റെ തുടർച്ച നിലനിൽക്കുമ്പോൾ കരുണാകരൻ്റെയും AK ആന്റണിയുടെയും ഒക്കെ കാലത്ത് നടന്നിട്ടുള്ള പല വിധത്തിലുള്ള നരനായാട്ടുകൾ അത് AK ആന്റണി തന്നെ വിശദീകരിച്ചതാണ്. ശിവഗിരിയിലെയും മുത്തങ്ങയിലെയും അടക്കം, പിന്നീട് SNDP നേതാവിൻ്റെ മലം തീറ്റിച്ച സംഭവം, പിന്നീട് കരുണാകരൻ്റെ കാലത്തുള്ള അടിയന്തരാവസ്ഥ കാലത്തുള്ളത്, ഇതൊക്കെ ഈ പോലീസുകാർക്കെതിരെ എന്തെങ്കിലും നടപടികൾ എടുത്തിട്ടുണ്ടോ? പക്ഷേ അതിൻ്റെ ബാക്കി പത്രമായ പുഴുക്കുത്തുകൾ ഇപ്പോഴും പോലീസിലുണ്ട്, അത് സർക്കാർ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ അവർക്കെതിരെ കൃത്യമായി നടപടിയെടുക്കുകയും അതിന് തെളിവായി 144 പേരെ ഈ പോലീസ് സേനയിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്ത കണക്ക് ഈ സർക്കാരിന് പറയാനുണ്ട്, പിണറായി സർക്കാരിന് പറയാനുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ വല്ലതും പറയാനുണ്ടോ നികേഷ്? എന്റെ ക്വസ്റ്റ്യൻ അവിടെ തീർന്നു. 145-ൽ നിന്ന് 145 പേർ ആരാണ് എന്ന് ഞാൻ ചോദിക്കുന്നില്ല, അത് പുറത്തേക്ക് വരട്ടെ. 146-ാമൻ എന്റെ ക്വസ്റ്റ്യൻ അജിം ഷാദെ, 146-ാമനെയും 147-ാമനെയും 148-ാമനെയും 149-നെയും 150-നെയും നിങ്ങൾ എന്തിന് പ്രൊട്ടക്ട് ചെയ്തു? ഈ കാര്യം, ഈ CCTV ദൃശ്യം കേരളത്തിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് 2 വർഷം മുമ്പ് കിട്ടിയിട്ടും എന്തിനിവരെ പ്രൊട്ടക്ട് ചെയ്തു? എന്തിനിവരെ വീടിനടുത്തേക്ക് മാറ്റി? മൂന്നാം അടിയന്തര പ്രമേയത്തിലേക്ക് ഇതിനൊക്കെ മറുപടി നമുക്ക് ഇന്ന് അടിയന്തര പ്രമേയം വിലക്കയറ്റവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം ഉന്നയിച്ചു. മന്ത്രി അംഗീകരിച്ചു അടിയന്തര പ്രമേയത്തിന് പറ്റിയ വിഷയമാണ് ഇത്. ഇല്ലെങ്കിൽ പറഞ്ഞാൽ മതിയല്ലോ ഇത് അടിയന്തര പ്രമേയ വിഷയമല്ല. പക്ഷേ ആ അടിയന്തര പ്രമേയത്തിൽ നിങ്ങൾ കൊണ്ടുവന്നത് പോലെയുള്ള വിലക്കയറ്റം ഉണ്ടോ? അല്ലെങ്കിൽ അത് പിടിച്ചു നിർത്താനുള്ള സർക്കാർ സംവിധാനങ്ങളുടെ ശ്രമം പാളിയോ നിങ്ങൾ കൊണ്ടുവന്നതുപോലെ? ഇന്നത്തെ ചർച്ച അജിം ഷാദും കേട്ടിട്ടുണ്ട്, ഞാനും കേട്ട ചർച്ചയാണ്. ഇന്നത്തെ ചർച്ച ഒരുപക്ഷെ വളരെ പോസിറ്റീവ്, ഞാൻ കാണുന്നത് വളരെ പോസിറ്റീവായ ഒരു നിയമസഭാ ചർച്ചയായിട്ടാണെന്ന് മാറിയത്. കേരളത്തിലെ പ്രതിപക്ഷം ഉന്നയിച്ച വിഷയങ്ങൾ അതൊരിക്കലും എന്തല്ലായിരുന്നു, ആരോപണങ്ങളും ആക്ഷേപങ്ങളും അല്ലായിരുന്നു. ഇന്നത്തെ ഒരു റിയാലിറ്റി, കേരളത്തിന്റെ റിയാലിറ്റി, ആ റിയാലിറ്റിയിൽ ഇടപെടുന്നതിൽ കേരളത്തിലെ മന്ത്രിസഭയ്ക്കുള്ള കുറവ് ചൂണ്ടിക്കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ശരി, ഞാൻ ഒരൊറ്റ കാര്യം ഒന്ന് കാണിക്കാം. അതായത് ഇന്ന് നമ്മൾ തുടക്കത്തിൽ കണ്ടതുപോലെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയും ഭക്ഷ്യവിതരണ വകുപ്പ് മന്ത്രിയും VD സതീശനും തമ്മിൽ ഏറ്റുമുട്ടിയ ഒരു വാക്ക് നമ്മൾ കേട്ടിരുന്നല്ലോ നേരത്തെ. അതായത് ഈ സപ്ലൈകോ അടക്കം വില വിപണിയെ പിടിച്ചു നിർത്താനുള്ള പ്രവൃത്തികളെ VD സതീശൻ പോലും അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ ശ്ലാഘിക്കുന്നുവെന്ന്. VD സതീശൻ പറഞ്ഞു അത് പച്ചക്കള്ളമാണ്, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന്. നമുക്ക് VD സതീശൻ പറവൂരിലെ ആ സപ്ലൈകോയുടെ സ്റ്റാൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പറഞ്ഞതൊന്ന് കേൾക്കാം. പറവൂരിൽ നമുക്ക് ആ വാക്കുകളൊന്ന് കേൾക്കാം. VD സതീശൻ. നമുക്കറിയാം രൂക്ഷമായ വിലക്കയറ്റമുള്ള ഒരു കാലമാണ്, എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പ്രത്യേകിച്ച് സീസൺ വരുമ്പോൾ, ഫെസ്റ്റിവൽ സീസൺ വരുമ്പോൾ സ്വാഭാവികമായ വിലക്കയറ്റം ഉണ്ടാവും, കൃത്രിമമായ വിലക്കയറ്റം ഉണ്ടാവും മാർക്കറ്റിൽ. അപ്പോഴാണ് സപ്ലൈകോയുടെ പ്രസക്തി, മാർക്കറ്റ് ഇൻ്റർവെൻഷൻ നടത്തുക. അത് 13 സബ്സിഡൈസ്ഡ് ഐറ്റങ്ങൾ മാർക്കറ്റിലേക്കുള്ള വില താഴ്ത്തി സബ്സിഡി റേറ്റിൽ കൊടുക്കുമ്പോഴാണ് എല്ലാവരും വന്ന് സപ്ലൈകോയിൽ സാധനങ്ങൾ മേടിക്കുമ്പോൾ കൃത്രിമമായി ഉണ്ടാകുന്ന വിലക്കയറ്റം മാർക്കറ്റിൽ താഴോട്ട് പോകുന്നത്. അപ്പോൾ അതുപോലെ ഇടപെടാൻ കഴിഞ്ഞില്ലെങ്കിൽ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളുടെയും വില വർദ്ധിക്കും. ഇപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ 4 കൊല്ലം കൊണ്ട് വെളിച്ചെണ്ണയുടെ വില കൂടി, പഞ്ചസാരയുടെ വില കൂടി, എല്ലാ സാധനങ്ങളുടെയും വില കൂടി. രൂക്ഷമായ വിലക്കയറ്റം ഉള്ള സമയത്ത് ഒരു ഓണം എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പേടിയാണ്, വീണ്ടും വില കയറാനുള്ള സാധ്യത ഉണ്ടാകും. അതിനെ തടുത്തു നിർത്തേണ്ട ചുമതലയാണ് ഈ സപ്ലൈകോ സജീവമാകുമ്പോഴാണ് മാർക്കറ്റ് നേരെയാവുന്നത്. വലിയൊരു പങ്കാണ് ഈ പ്രസ്ഥാനത്തിന് വഹിക്കാനുള്ളത്. അതിന് ഈ സീസണിൽ കഴിയട്ടെ, ന്യായമായ വിലയ്ക്ക് എല്ലാവർക്കും സാധനങ്ങൾ കിട്ടി എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കാനുള്ള
അവസരം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓണം ഫെയർ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഇതാണ് വി.ഡി. സതീശൻ അന്ന് പറഞ്ഞത്, നിയമസഭയിൽ ഇന്ന് പറഞ്ഞത് താൻ ഉദ്ഘാടനം ചെയ്യുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ്, വിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്നാണ്. പക്ഷേ അതല്ല. വി.ഡി. സതീശൻ അവിടെ സപ്ലൈകോയുടെ പ്രസക്തി, അത് പിടിച്ചു നിർത്താൻ കാലങ്ങളായുള്ള വർഷങ്ങളായുള്ള ഇടപെടൽ, ഈ 9 വർഷമായുള്ള ഇടപെടൽ കൂടിയുണ്ട്, ഇടപെടൽ ഒക്കെ അദ്ദേഹം അഡ്മിറ്റ് ചെയ്യുകയാണ് അവിടെ. എന്നിട്ടാണ് നിയമസഭയിൽ വന്ന് ഈ വിധത്തിൽ പറയുന്നത് താൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന്. ഇതടക്കം താങ്കളുടെ പരാമർശങ്ങളിലേക്ക്. അജിംഷാദ്, ഇന്ന് നിയമസഭയിൽ വി.ഡി. സതീശൻ പറഞ്ഞതും നിങ്ങളിപ്പോ കാണിച്ച ക്ലിപ്പിംഗ്സ് അതെവിടെയാണെന്ന് എനിക്കറിയില്ല, പറഞ്ഞതും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? എന്ത് വ്യത്യാസമാണ്? അദ്ദേഹം പറഞ്ഞത് ഒരു വ്യത്യാസവുമില്ല. കൃത്രിമമായ വിലവർധനം ഉണ്ടാക്കുന്ന സമയത്ത് ഇടപെടേണ്ടവരാണ് സർക്കാർ. അതിന്റെ സർക്കാരിന് സപ്ലൈകോ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇടപെടണം. അതുകൊണ്ടാണ് കാലാകാലമായി 13 അവശ്യ വസ്തുക്കൾക്ക് സബ്സിഡി കൊടുക്കുന്നത്. അങ്ങനെ ഇടപെട്ട് കഴിഞ്ഞാൽ അത് വിപണിക്ക് നല്ലതാണ്. അത് ഇടപെടാനുള്ള എല്ലാ ആശംസകളും നേരുന്നു. എവിടെയാണ് ശ്രീ അനിൽ മിനിസ്റ്റർ പറഞ്ഞതുപോലെ പുകഴ്ത്തിയോ അതിനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിച്ചു? അതിനകത്ത് കൃത്യമായി പറയുന്നുണ്ട്. ഞാൻ ഒരിക്കൽ കൂടി അത് കേൾപ്പിക്കാം, അതിന്റെ സമഗ്രതയിലേക്ക്, അത് പൂർണ്ണമാക്കി ഞാൻ സമഗ്രതയിലേക്ക് കേൾപ്പിക്കാം. അതായത് നിജേഷ് നോക്കൂ, ഈ സപ്ലൈകോയുടെ 13 ഇനങ്ങൾക്ക് സബ്സിഡി ഉണ്ട്. സപ്ലൈകോയുടെ സാധനങ്ങളെല്ലാം വന്നല്ലോ, വന്നു എന്ന് അവിടുത്തെ ആൾക്കാർ പറഞ്ഞു. ആ സന്തോഷം, ഇത് പറയുന്ന അടക്കമുള്ള ആ ബൈറ്റിലെ ഭാഗങ്ങളുണ്ട്. ഞാനത് കേൾപ്പിക്കാം, താങ്കളിലേക്ക് കേൾപ്പിക്കാം. ദയവായി തുടരും. ഞാൻ ഡോക്ടർ പി.കെ. ഗോപനിലേക്ക് ഒന്ന് പോയതിനു ശേഷം, മറ്റതികളിലേക്ക് പോയതിനു ശേഷം ഞാൻ തീർച്ചയായിട്ടും ശ്രീ പി.കെ. ഗോപൻ, അതായത് 3 അടിയന്തര പ്രമേയങ്ങളും കൊണ്ടുവരികയും അത് ചർച്ച ചെയ്യാൻ അനുവദിക്കുകയും ചെയ്യുന്ന സർക്കാരിനെ ശ്ലാഘിക്കുകയാണ് മറുമൊഴിയിലൂടെ നിജേഷ് അരവിന്ദ് എന്ന കോൺഗ്രസ് നേതാവ്. ഒപ്പം ഈ 3 അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളെയും നിയമസഭയിൽ ചർച്ച ചെയ്യാൻ അനുവദിക്കുന്ന തരത്തിലേക്കുള്ള അന്തരീക്ഷം സൃഷ്ടിച്ച ക്രിയാത്മക പ്രതിപക്ഷമായി തങ്ങൾ എന്നേ ഉള്ളൂ എന്നാണ് പറയുന്നത്. അതിലെന്താണ് തെറ്റ്? അത് ശരിയല്ലേ? അതല്ലേ പ്രതിപക്ഷത്തിൻ്റെ ദൗത്യം? ശ്രീ പി.കെ. ഗോപൻ. അജിംഷാ, മലയാളത്തിലൊരു ചൊല്ലുണ്ട്, പിടിച്ച് ഞാൻ അവൻ എന്നെ കെട്ടിയെന്ന്. അക്ഷരാർത്ഥത്തിൽ ഒരടിയന്തര പ്രമേയത്തിന് ഇത് സംഭവിച്ചാൽ മനസ്സിലാക്കാം. 3 അടിയന്തര പ്രമേയത്തിനും അതുതന്നെയാണ് സംഭവിച്ചത്. ഇവർ ഇത്തരം ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഭരണകാലത്ത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുക, പ്രതിപക്ഷം വാക്കൗട്ട് ചെയ്യുക, ഇതാണ് സംഭവിക്കുക. വാക്കൗട്ട് ലക്ഷ്യമിട്ടുകൊണ്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ ചെയ്തത്. ഭരണപക്ഷത്തിന് കൃത്യമായി മറുപടി പറയാൻ ഉള്ളതുകൊണ്ട് അവർ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകുകയാണ് ചെയ്തത്, അല്ലെങ്കിൽ അതിന് വഴങ്ങുകയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി നമ്മുടെ നാട്ടിൽ പലതരത്തിൽ മാധ്യമങ്ങൾ മറച്ചു വെച്ചുകൊണ്ടിരിക്കുന്ന, ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടങ്ങളെ ഒളിച്ചു വെക്കാൻ ആഗ്രഹിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ അസംബ്ലിയുടെ തട്ടകത്തിനകത്ത് വളരെ ഫലപ്രദമായി വിശദീകരിക്കാൻ ബഹുമാനപ്പെട്ട മന്ത്രിമാർക്കും അതിന് നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും മറ്റ് ഭരണപക്ഷ എം.എൽ.എമാർക്കും വളരെ ഭംഗിയായി അത് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ അവസ്ഥ. ഇവിടെ ഈ 3 കാര്യങ്ങളാണ് അടിയന്തര പ്രമേയത്തിൽ വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനമായി വന്നൊരു കാര്യം പോലീസുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ ഈ കോൺഗ്രസിൻ്റെ പ്രതിനിധി ചോദിച്ചൊരു ചോദ്യമുണ്ട്. 145 മുതൽ 150 വരെ അവരെ എന്തുകൊണ്ട് പുറത്താക്കിയില്ല എന്നുള്ളതാണ്. അതല്ല അതിൻ്റെ കണക്ക്. 140 മുതൽ 145 വരെയുള്ളവരാണ് കണക്ക്. അദ്ദേഹം പറഞ്ഞ 5 അതിനകത്ത് ആദ്യം വന്നിട്ടുണ്ട്. 141, 142, 143, 144, 145. ഇതാണ് വസ്തുത. 145 പേരെ പുറത്താക്കിയ ഒരു സർക്കാർ എത്ര വർഷം കൊണ്ട്? 9 വർഷം കൊണ്ട്. ഗവൺമെൻറ് ചോദിക്കുന്നു, മാധ്യമങ്ങൾ ചോദിക്കുന്നു, ഇപ്പോൾ അജിംഷാ ചോദിച്ചു അദ്ദേഹത്തോട്, എന്തുകൊണ്ട് നിങ്ങൾ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഗുരുതരമായ പോലീസ്, അതിൻ്റെ 1000-ലൊന്ന് സംഭവം പോലും ഇപ്പോഴില്ല, ആ ഗുരുതരമായ പോലീസ് ഭരണത്തിൽ എന്തുകൊണ്ട് പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കുന്നില്ല? ഒരു കാര്യം നമുക്കെല്ലാവർക്കും അറിയാം, പോലീസ് എന്നുള്ളത് ഒരു മർദ്ദന ഉപകരണമാണ്. 1957 കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ അതിൻ്റെ നേതാവായ സർവാദരണീയനായ സഖാവ് EMS എടുത്തൊരു നിലപാടുണ്ട്.
അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടാണ്. അദ്ദേഹം പറഞ്ഞത് അതുവരെ ജന്മിമാർക്കും മുതലാളിമാർക്കും വേണ്ടി തല്ലാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് പോലീസെങ്കിൽ ഞങ്ങൾ സാധാരണക്കാരുടെ പക്ഷത്ത് നിന്നുകൊണ്ട് പോലീസിനെ സമീപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പോലീസിനെ ഒരു മർദ്ദക ഉപകരണമായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ 57 തുടങ്ങിയ കാര്യം 2025 പോലീസിനകത്ത് ജനങ്ങളെ മർദ്ദിക്കാൻ താല്പര്യമുള്ള, അവരോട് മോശമായി പെരുമാറാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറിയ സെറ്റെങ്കിലും ഉണ്ട്. അത് മുമ്പ് കൂടുതലുണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ചെങ്കിലും ഉണ്ട്. അത് പോലീസിനകത്തുണ്ട്. അങ്ങനെ എന്തെങ്കിലും പെശക് പോലീസിൻ്റെ ഭാഗത്തുണ്ടായാൽ ഇത് ഗവൺമെൻറ്, ഇത് രണ്ട് കാര്യമുണ്ട് ഇതിനകത്ത്. ഒന്ന്, ഗവൺമെൻറ് നിർദ്ദേശിച്ച് പോലീസ് ഇടപെടുന്ന പ്രശ്നങ്ങളുണ്ട്. മറ്റൊന്ന്, പോലീസ് തന്നെ കൈകാര്യം ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ട്. ഗവൺമെൻറ് നിർദ്ദേശിച്ച് പോലീസിനെ കൊണ്ട് ക്രൂരത ചെയ്യിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അടിയന്തരാവസ്ഥയിലായാലും ഇപ്പോൾ ശ്രീ എ കെ ആൻ്റണിയുടെ തുറന്നു പറച്ചിൽ നടന്ന സംഭവങ്ങളിലായാലും ശ്രീ കെ കരുണാകരൻ്റെ കാലത്തായാലും സംഭവിച്ചത്. ഇവിടെ ഇപ്പോൾ ശ്രീ പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഗവൺമെൻറ് നിർദ്ദേശിച്ച ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂവും പറയുന്നില്ല. പോലീസുകാരെടുത്ത നിലപാടുകളാണ്. അത്തരം നിലപാടിൽ പോലീസ് സാമാന്യ നീതിക്ക് നിരക്കാത്ത മർദ്ദക സംവിധാനങ്ങൾ വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായ നീക്കം നടത്തിയിട്ടുണ്ടെങ്കിൽ സസൂക്ഷ്മം പരിശോധിച്ച്, അതിൻ്റെ സ്ഥൂലതലത്തിൽ മാത്രമല്ല സൂക്ഷ്മതലത്തിൽ പരിശോധിച്ച് ഓരോന്നിൻ്റെയും മെറിറ്റ് നോക്കി നടപടി സ്വീകരിക്കും. ഇപ്പോൾ ഒരു ദിവസം ഒരു ആക്ഷേപം കേട്ടു പോലീസിനെതിരായിട്ട്, അല്ലെങ്കിൽ ഒരു വാർത്ത വന്നു, അതിൽ കുറച്ച് സത്യം ഉണ്ടെന്നിരിക്കട്ടെ, കുറച്ചെന്നല്ല സത്യമാണെന്നിരിക്കട്ടെ, ഒറ്റയടിക്ക് നടപടി സ്വീകരിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക്, ആഭ്യന്തരമന്ത്രിക്ക് കഴിയില്ല. അതിനൊരു അന്വേഷണം വേണം, അന്വേഷണത്തിൽ റിപ്പോർട്ട് വേണം, അതിന് തെളിവുകൾ വേണം, അത് വെച്ചുകൊണ്ട് നടപടി സ്വീകരിക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഈ അന്വേഷണത്തിനിരയായി അല്ലെങ്കിൽ ഈ നടപടിക്കിരയാകുന്ന പോലീസുകാരന് പിറ്റേന്ന് ഹൈക്കോടതിയിൽ പോയാൽ അതിന് സ്റ്റേ കിട്ടും. യാതൊരു തെളിവില്ലാതെ അദ്ദേഹത്തെ പുറത്താക്കാൻ, ഒരു പോലീസുകാരനെ അല്ലെ പോലീസുകാരിയെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ, അതുകൊണ്ട് പരിണതപ്രജ്ഞനായ ഒരു ഭരണാധികാരി അല്ലെങ്കിൽ പരിണതപ്രജ്ഞയായ ഒരു ഭരണാധികാരിക്ക് ചെയ്യാൻ കഴിയുക അതിൻ്റെ മെറിറ്റ് നോക്കിയിട്ടാണ് സ്വീകരിക്കാൻ കഴിയുക. ആ അർത്ഥത്തിൽ കേരളത്തിലെ പോലീസിൽ എന്ത് നിലപാട് സ്വീകരിക്കണോ അത് ഈ ഗവൺമെൻറ് സ്വീകരിക്കും എന്നുള്ളതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തെളിവാണ് ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റും സ്വീകരിക്കാത്ത വിധത്തിൽ 144 പോലീസുകാരെ കാക്കി ഊരി വാങ്ങിച്ച് പറഞ്ഞു വിട്ടത്. അത്ര ധൈര്യം കാണിച്ച ഒരു ആഭ്യന്തര വകുപ്പിൻ്റെ മുമ്പിലാണ് ഈ പരിപാടിയെല്ലാം ആവിഷ്കരിക്കുന്നത്. ഇവിടെ സംഭവിച്ച മറ്റൊരു കാര്യമുണ്ട്. അത് ചരിത്രം മറന്നു വയ്ക്കുന്ന ഒരു കാര്യത്തെ ബഹുമാനായ എ കെ ആൻ്റണി എടുത്ത് പുറത്തു കൊണ്ടുവന്നുള്ളതാണ്. അദ്ദേഹം ഈ വിഴുപ്പെടുത്ത് പുറത്തിടുമ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ സംരക്ഷിക്കാത്ത കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ ഒരായുധമായിട്ടാണ് അദ്ദേഹം അതുമായിട്ട് വന്നത്. ഇപ്പോൾ അതും സംഭവിച്ചു. ശ്രീ എ കെ ആൻ്റണി പല കാര്യങ്ങളിൽ പരിഹാസനായി. കേരളം മറന്നിരുന്ന ശിവഗിരി സംഭവം, കേരളം മറന്നിരുന്ന മാറാടി വെടിവെപ്പ്, കേരളം മറന്നിരുന്ന മുത്തങ്ങ വെടിവെപ്പ്, ഇന്നത്തെ തലമുറ, ഇന്ന് ഈ ജെൻസി എന്നൊക്കെ പറയാവുന്ന തലമുറ ജനിക്കുന്നതിന് മുമ്പ് മഹാപാപം ചെയ്തയാളാണ് താനെന്ന് വളരെ ഭംഗിയായിട്ട് അദ്ദേഹം പത്രസമ്മേളനത്തിൽ വിശദീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആരുമില്ല, ഞാൻ തന്നെ ഇത് പറയേണ്ടി വരുന്നു, ഞാൻ ചെയ്ത പാപമല്ല എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കാനാണ് പരിശ്രമിച്ചത്. പക്ഷേ ശിവഗിരി കുന്നിൽ ഒഴുകിയ ചോരയ്ക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുന്നു, കോൺഗ്രസ്സിന് മറുപടി പറയേണ്ടി വരുന്നു. അത് മറ്റു പലരിലേക്കും ബാധിക്കുന്നു. എന്തിനാണ് അങ്ങനെ ഒരു സമീപനം അവിടെ സ്വീകരിച്ചത്? ശ്രീ എ കെ ആൻ്റണി എന്തിനാണ് അങ്ങോട്ടൊരു നിലപാട് അവിടെ എടുത്തത്? ഇപ്പോൾ ഉണ്ടല്ലോ അങ്ങോട്ടൊരു സംഭവം, ക്രൈസ്തവ സഭയ്ക്കകത്തൊരു സംഭവം ഉണ്ടല്ലോ, കോടതി വിധിയുണ്ടല്ലോ. ആ കോടതി വിധി നടപ്പിലാക്കാൻ വേണ്ടി അവിടെ പോലീസിനെ പറഞ്ഞു വിട്ട് ക്രൈസ്തവ സഭയുടെ ആലയത്തിൽ, ആരാധനാലയത്തിൽ പോലീസ് കയറി നിരങ്ങുകയാണോ ചെയ്തത്? അവിടെ വെടിവെക്കുകയാണോ ചെയ്തത്? അവിടെ സ്വാമിമാരുടെ കൈയടിക്കുന്നത് പോലെ പുരോഹിതന്മാരുടെ കൈ തല്ലി ഒടിക്കുകയാണോ ചെയ്തത്? ഇതൊന്നും അല്ലല്ലോ ചെയ്തത്. എന്താ ചെയ്തത്? കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ ഇരുവിഭാഗങ്ങളുമായി നിരന്തരമായ ചർച്ച, അതിൽ ആരെയൊക്കെ ബന്ധപ്പെടുത്താവോ അവരെ എല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് ചർച്ച. ഈ കേരളത്തിൽ ശിവഗിരി കുന്നിൽ കയറുന്നതിന് മുമ്പ് അദ്ദേഹം സ്വന്തം പാർട്ടി നേതാക്കന്മാരുമായിട്ട് ചർച്ച ചെയ്തോ? അദ്ദേഹം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ച് ചർച്ച ചെയ്തോ? അന്ന് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന VS-നെ വിളിച്ച് ചർച്ച ചെയ്തോ? അല്ലെങ്കിൽ EK നായനാരുണ്ട്, അദ്ദേഹത്തെ വിളിച്ച് ചർച്ച ചെയ്തോ? അവരെ ആരെയും വിളിച്ച് ചർച്ച ചെയ്തില്ല. തൻ്റെ കൂട്ടത്തിൽ ഘടകകക്ഷികളിൽപ്പെട്ടവരെ വിളിച്ച് ചർച്ച ചെയ്തോ? അന്ന് PK കുഞ്ഞാലിക്കുട്ടി സഖാബ് അദ്ദേഹത്തിനെതിരായിട്ടാണ് നിലപാട് സ്വീകരിച്ചത്. അങ്ങനെ ഒരു സംഭവം, ഒരു കൂടിയാലോചന ആവശ്യമായിരുന്നു എന്നാണ് പറഞ്ഞത്. എന്തിന്? SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ K ഗോപിനാഥൻ, വേറെ എല്ലാവരെയും ഞാൻ വിടുന്നു, അഡ്വക്കേറ്റ് K ഗോപിനാഥൻ, സർവാദരണീയനായ, വളരെ പ്രായമുണ്ടെന്ന് അദ്ദേഹത്തിന്, അദ്ദേഹത്തെ ശ്രീ K ഗോപിനാഥൻ കോൺഗ്രസ് പ്രവർത്തകനാണ്. ശ്രീ K ഗോപിനാഥൻ വളരെ വിഷമത്തോടു കൂടി പറഞ്ഞെന്താണെന്നറിയോ?
ഞാൻ കോൺഗ്രസ്സുകാരനായതുകൊണ്ട് പാർട്ടിയിൽപ്പെട്ടവരും അല്ലാത്തവരും എല്ലാം ചോദിക്കുന്നു. SNDP മൂവ്മെൻറ്റിലുള്ള മുഴുവൻ ആളുകളും എന്നോട് ചോദിക്കുകയാണ്, ഇദ്ദേഹം അറിയാതെ അവിടെ ഇത് സംഭവിക്കുമോ? ശ്രീ ഗോപിനാഥനോട് പറയാതെ AK ആന്റണി ഈ നടപടി സ്വീകരിക്കുമോ? എന്നെ ആരും വിശ്വസിച്ചില്ല എന്നാണ് ഗോപിനാഥൻ പറഞ്ഞത്. ഞാൻ പറയാൻ ആരും വിശ്വസിക്കുന്നില്ല. കാരണം AK ആന്റണി എന്നോട് ചോദിക്കാതെ ചെയ്യുമെന്ന് ആരും കരുതുന്നില്ല. ആരോടും ആലോചിക്കാതെ കേരളം വിട്ടുപോയിട്ട് ഡൽഹി പോയിരുന്നിട്ടാണ് അദ്ദേഹം ഈ ഉത്തരവ് കൊടുക്കുന്നത്, ശ്രീ AK ആന്റണി ഉത്തരവ് കൊടുക്കുന്നത്. ഇതിന് വേറൊരു കഥ കൂടിയുണ്ട്, നമ്മൾ ചർച്ച ചെയ്യാത്ത ഒരു കഥ കൂടി, അതുകൂടി ഞാൻ പറയാം. അത് ഈ ശ്രീ AK ആന്റണി ഈ സംഭവത്തിന് ശേഷം പല RSSൻ്റെ താല്പര്യമുള്ള പരിപാടികളിലും പങ്കെടുക്കാൻ തുടങ്ങി. ഇങ്ങനെ പങ്കെടുക്കുന്നത് കണ്ടുകൊണ്ട് വളർന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ട്. അയാളുടെ പേരിൽ അനിൽ ആൻ്റണി എന്നാണ്. ആ വളർച്ച ഇന്ന് ആ ചെറുപ്പക്കാരനെ കൊണ്ടെത്തിച്ചത് ആൻ്റണിയുടെ ജീവിതാവസാന സമയത്ത്, ജീവിതാവസാനം എന്ന് ഞാൻ പറഞ്ഞത് പിൻവലിക്കുന്നു, ആൻ്റണിയുടെ വാർദ്ധക്യം ബാധിച്ച കാലത്ത്, അദ്ദേഹം ഒരു 100 വർഷമെങ്കിലും ജീവിച്ചിരിക്കട്ടെ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അദ്ദേഹം വാർദ്ധക്യം ബാധിച്ച കാലത്ത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നിറങ്ങി BJPയുടെ നിരയിലേക്ക് പോയ അനിൽ ആൻ്റണിക്ക് കിട്ടിയ പരിശീലനം ശിവഗിരി കുന്നിൽ നടത്തിയ വെടിവെപ്പിന് പ്രായശ്ചിത്തമായി അദ്ദേഹം നടത്തിയ RSS പ്രലോഭനത്തിന് അദ്ദേഹം കൊടുത്ത ഏറ്റവും വലിയ വിലയാണത്. വ്യക്തം. അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പല വാക്കുകളും അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും സംഘപരിവാറിന് അനുകൂലമായത് നമുക്കറിയാം, ന്യൂനപക്ഷ വിരുദ്ധമായതടക്കം. ഞാൻ തിരിച്ചെത്താൻ ശ്രീ PK ഗോപൻ. M ജയചന്ദ്രൻ, അതായത് ഈ അടിയന്തര പ്രമേയങ്ങൾ വലിയ ആവേശത്തോടു കൂടിയാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത്. പക്ഷേ ചർച്ച ചെയ്യാം, തങ്ങളുടെ മടിയിൽ കനമില്ല, അതുകൊണ്ട് തങ്ങൾക്ക് ഈ വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ പറയാം എന്ന ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സർക്കാർ ഈ 3 അടിയന്തര പ്രമേയങ്ങളുടെ മുകളിലൂടെയും നടന്നു നീങ്ങിയത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ആഫ്റ്റർ എഫക്റ്റ് എന്നത് പ്രതിപക്ഷമാണ് അനുഭവിക്കുന്നത്. അടിയന്തര പ്രമേയത്തിൻ്റെ ചർച്ചകളിലുള്ള വീഴ്ചകൾ മാത്രമല്ല, ഇപ്പോഴിതാ ഈ പറഞ്ഞതുപോലെ പിന്നിലാവായി എത്തുകയാണ് ചരിത്രം. ശ്രീ M ജയചന്ദ്രൻ. അജിംഷാദ്, ഈ പ്രശ്നത്തിൽ, ഈ അടിയന്തര പ്രമേയത്തിൻ്റെ പ്രശ്നത്തിൽ പൊതുവിൽ നമ്മൾ പ്രധാനമായും കാണേണ്ട ഒരു വസ്തുത ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് 15ാം നിയമസഭയാണല്ലോ. 15ാം നിയമസഭയുടെ 14ാം സമ്മേളനവുമാണിത്. എന്നാൽ 2021 മുതൽ ഇതുവരെയുള്ള കണക്കെടുക്കുമ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആകെ അവതരിപ്പിച്ചിരിക്കുന്നത് 15 അടിയന്തര പ്രമേയങ്ങളാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇങ്ങനെ ഇതുവരെ ഒരു ഗവൺമെൻറ്റും, അത് ഇതുവരെ തന്നെ 30 എണ്ണമേ ഉള്ളൂ, ഇത് ഒഴിവാക്കിയാൽ 30 എണ്ണം മാത്രമേ ഇതുവരെ കാലത്ത് 5 അടിയന്തര പ്രമേയങ്ങൾ വന്നു. അല്ല, 16, 21 വരെ 5 എണ്ണേ വന്നുള്ളൂ. ഇപ്പോൾ ഇതുവരെ തന്നെ 15 എണ്ണം ആയിക്കഴിഞ്ഞു. താങ്കൾ പറഞ്ഞത് ശരിയാണ്, മൊത്തത്തിൽ നോക്കിയാൽ അത്രമേ ആയിട്ടുള്ളൂ. ഇതാണ് ചരിത്രം. അപ്പോൾ എന്ന് പറയുമ്പോൾ അതിനൊരു പ്രാധാന്യം വരുന്നത് എങ്ങനെയാണെന്നറിയാം. അല്ല, അതിനൊരു പ്രാധാന്യം വരുന്നത് ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണ് നിയമസഭ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതും പറയാറുള്ളത്. അതാണ് വസ്തുതയും. ഈ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ ജനാധിപത്യത്തിൻ്റെ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുക, വ്യാഖ്യാനം ചെയ്യുക എന്നുള്ള ആ ഒരു എക്സസൈസിൽ എന്ന് പറഞ്ഞാൽ നിയമസഭയുടെ ഏറ്റവും ഉന്നതമായ ഒരു അന്തസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നിലവിലുള്ള ഗവൺമെൻറ് ഈ അടിയന്തര പ്രമേയങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് എന്നുള്ളതാണ് അടിവരയിടേണ്ട സവിശേഷതയായിട്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള പ്രധാനപ്പെട്ടൊരു കാര്യം. കാരണം ഈ പ്രതിപക്ഷം എന്ന് പറയുന്നതും ജനപ്രതിനിധികൾ തന്നെയാണ്. ആകെ 140 പേരാണല്ലോ ഉള്ളത്. ഈ 140 പേര് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് അടിയന്തര പ്രമേയത്തിലൂടെ ഉയർത്തുന്നത്. അങ്ങനെ കൊണ്ടുവരുന്ന ഒരു അടിയന്തര പ്രമേയത്തിനോടും നോ പറയണ്ട, അതെല്ലാം ജനങ്ങൾ അറിയട്ടെ, പ്രശ്നങ്ങൾ സഭയിൽ ഉന്നയിക്കപ്പെടട്ടെ എന്ന് കാണുന്ന ആ ഒരു നിലപാടാണ് ജനാധിപത്യത്തിൻ്റെ ഉന്നത മൂല്യം ഈ ഗവൺമെൻറ് ഉയർത്തിപ്പിടിക്കുന്നു എന്ന് ഞാൻ പറയുന്നത്. ഇനി താങ്കളുടെ ചോദ്യത്തിലേക്ക് വന്നാൽ, ഈ അടിയന്തര പ്രമേയത്തിൽ ആദ്യത്തെ ദിവസം പോലീസിനെതിരായിട്ടുള്ള പോലീസ് അതിക്രമം എന്നുള്ള അടിയന്തര പ്രമേയം അവതരിപ്പിക്കുന്നത് റോജി M ജോണും, 2ാം ദിവസം മറ്റേ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത് ലീഗിലെ ഷംസുദ്ദീനും, 3ാമത്തെ ദിവസം ഇന്ന് ആ പ്രമേയം അവതരിപ്പിക്കുന്നത് കോൺഗ്രസിലെ PC വിഷ്ണുനാഥുമാണ്. ഈ 3 സന്ദർഭങ്ങളിലും 3 ദിവസങ്ങളിലും ഈ അടിയന്തര പ്രമേയം അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഉത്തരവാദിത്വവും ഗൗരവവും പ്രശ്നങ്ങളുടെ ഒരു എന്താ പറയുന്ന ഒരു
ഡീപ്പർ എക്സ്കവേഷൻസ് എന്ന് നമ്മൾ പറയാവുന്ന ആഴത്തിൽ ഖനനം ചെയ്തെടുത്താണ് ഇത്തരം വിഷയങ്ങൾ അവതരിപ്പിക്കേണ്ടത്. അത്തരത്തിലുള്ളൊരു ഡീപ്പർ എക്സ്കവേഷൻസ് ഒന്നും നടത്താത്ത ഈ അടിയന്തര പ്രമേയ അവതാരകരെയാണ് നമ്മൾ കാണുന്നത്, ഈ 3 ദിവസങ്ങളിലും കാണുന്നത്. അതുകൊണ്ട് തന്നെ ഭരണപക്ഷത്തിന് അവരുടെ ഈ ഉത്തരവാദിത്വം നിർവഹിക്കുക വളരെ എളുപ്പമാവുന്ന നിലയിലാണ് അവിടെ കണ്ടതും. ഈ അടിയന്തര പ്രമേയ അവതാരകരുടെ പ്രമേയ അവതരണത്തിന് പിന്നാലെ വന്ന ഈ പ്രതിപക്ഷാംഗങ്ങളെല്ലാം നടത്തുന്ന പ്രകടനങ്ങൾ നമ്മൾ പറയേണ്ട കാര്യമില്ല. അത് പരമദയനീയമായിരുന്നു എന്നുള്ള നിലയിലാണ് ഞാൻ കണ്ടത്, ഓരോ പ്രതിപക്ഷ അംഗത്തിൻ്റെയും പ്രകടനം കണ്ടത്. അത് കണ്ട മറ്റുള്ളവർക്കും മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന അവലോകനങ്ങൾ, ഈ UDF അനുകൂല മുഖ്യധാര പത്രങ്ങളടക്കം ഇക്കാര്യത്തിൽ എഴുതിയ റിപ്പോർട്ടുകൾ മാത്രം അല്ലെങ്കിൽ നിയമസഭാ അവലോകനങ്ങൾ മാത്രം നോക്കിയാൽ മതി അതിൻ്റെ ഈ ആശയദാരിദ്ര്യം എത്രത്തോളം വലുതായിരുന്നു എന്ന് കാണാനായിട്ട്. ഇനി നിജേഷ് ഇവിടെ പറഞ്ഞ കാര്യം, വീണ ജോർജിനെ ഞാൻ അഭിനന്ദിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. എനിക്ക് തിരിച്ചൊറ്റ ചോദ്യമേ ഉള്ളൂ, വീണ ജോർജിനെ എന്നല്ല, പിണറായി വിജയൻ ഉൾപ്പെടുന്ന ഈ മന്ത്രിസഭയിലെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ആരെങ്കിലും ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ നാളിതുവരെ? പിന്നെ നിങ്ങളുടെ നിന്നാണോ ഇനി വീണ ജോർജിനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു പ്രയോഗം വന്നാൽ ആർക്കാണ് അതിൽ ആശ്ചര്യം തോന്നുക? നിജേഷ് അരവിന്ദ്, ഒരാൾക്കും ആശ്ചര്യം തോന്നില്ല. കാര്യം നിങ്ങളുടെ നിലപാട് അന്ധമായി എതിർക്കുക എന്നുള്ളത് മാത്രമാണ് എന്നുള്ളത് എത്രയോ തവണകളായി തെളിയിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതിനൊരു ഒരു മാറ്റവും ഇനിയും ഉണ്ടാകുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നതേ ഇല്ല. ഇത്രയും മാസങ്ങൾ കഴിഞ്ഞില്ലേ, ഇനി എത്ര മാസമുണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ കാലാവധി തീരാനായിട്ട്? ഇനിയുള്ള മാസങ്ങൾ നിങ്ങൾ അംഗീകരിക്കാൻ പോകുന്നു? കൂടുതൽ ദുഷ്ടലാക്കോടെ ഇത്തരത്തിലുള്ള ഇതുപോലുള്ള ഉണ്ടയില്ലാ വെടികൾ പായിച്ചുകൊണ്ടേ ഇരിക്കാനായിരിക്കും നിങ്ങളുടെ വിധി എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ഇനി പറഞ്ഞ കാര്യങ്ങളുടെ ഏതെങ്കിലും ഒന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അജിംഷാദ് കാണിച്ചത്, ഞാൻ എൻ്റെ ഒരു അഭിപ്രായം അജിംഷാദ് പറയുന്നത്, VD സതീശൻ്റെ അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിലെ ഉദ്ഘാടനം ഇനി വേറെ കാണിക്കേണ്ടതില്ലെന്ന്, അതിൻ്റെ ആവശ്യമില്ല. കാര്യം അദ്ദേഹം പറഞ്ഞത് എന്താണ്? മന്ത്രി പറയുന്നത് പച്ചക്കള്ളമാണ്, ഞാൻ അവിടെ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്തുള്ളൂ, മറ്റൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞതിന് പിന്നാലെയാണല്ലോ അജിംഷാദ് അത് കാണിച്ചത്, ആ വീഡിയോ കാണിച്ചത്. അത് തെറ്റാണ്, അങ്ങനെ VD സതീശൻ പറഞ്ഞതല്ല, അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്ന ഭാഗ്യത്തിൽ നിജേഷ് അരവിന്ദ് പറഞ്ഞില്ല. അപ്പോൾ ആ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് അദ്ദേഹത്തിന് തന്നെ ചോദിക്കാൻ തോന്നുന്നത്. അല്ലാതെ നമ്മൾ പറഞ്ഞത് എന്താണ്? VD സതീശൻ പറഞ്ഞത് മന്ത്രി പറയുന്നത് പച്ചക്കള്ളം, ഞാൻ അവിടെ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ വീഡിയോ കൈരളി TV ഇപ്പോൾ കാണിച്ചപ്പോഴോ അതിൽ അദ്ദേഹം പ്രസംഗിക്കുകയാണ്, ശ്ലാഘിക്കുകയാണ്, ഇങ്ങനെ വേണം പെരുമാറാനെന്ന് പ്രവർത്തിക്കാനെന്ന് പറയുന്നതാണ് നമ്മൾ കാണുന്നത്. എന്നിട്ടും ഇതൊന്നും നടന്നിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവിൻ്റെ തലയിൽ ആർക്കാണ് വെളിച്ചം വീഴ്ത്തി കൊടുക്കാൻ കഴിയുക എന്നുള്ളത് നിജേഷിനെ പോലുള്ളവരാണ് ആലോചിക്കേണ്ടത്. അത് അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ, പറഞ്ഞ കാര്യങ്ങൾ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ നിലവിളക്ക് കൊളുത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ എന്താണ് പറയുക ഇതിനൊക്കെ നിജേഷേ? എന്താണ് ഇതിനൊക്കെ നമ്മൾ പറയുക? നമ്മളെല്ലാവരും മലയാളം സംസാരിക്കുന്നവരാണല്ലോ, അദ്ദേഹം സംസാരിക്കുന്നത് മലയാളത്തിൽ തന്നെയാണ്, നമ്മളത് കാണുകയാണ്. ഇതുതന്നെയാണ് ഓരോ കാര്യങ്ങളും പ്രതിപക്ഷം അനുവർത്തിക്കുന്നത്, അങ്ങനെ തന്നെയല്ലേ? ഇപ്പോൾ താങ്കൾ തന്നെ ഇവിടെ നിന്ന് പറഞ്ഞു പോലീസിൻ്റെ അതിക്രൂരമായ മർദ്ദനങ്ങൾ. പക്ഷേ നിജേഷിനടക്കം, പ്രതിപക്ഷ നേതാവിനടക്കം, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് മാത്രമല്ല UDFൻ്റെ ആർക്കെങ്കിലും പരാതിയുണ്ടോ പോലീസിൽ ഈ തരത്തിൽ? ഇപ്പം പുറത്തു വന്ന വീഡിയോയിൽ, സുജിത്തിൻ്റെ അടക്കം പുറത്തു വന്ന വീഡിയോയിൽ ഏതെങ്കിലും ഭരണകക്ഷി നേതാവ്, CPM നേതാവ് എന്നുള്ളതല്ല, ഏതെങ്കിലും ഭരണകക്ഷി നേതാവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് ഈ ക്രൂരതകൾ കാണിച്ചത് എന്ന് നിജേഷിനുൾപ്പെടെ കേരളത്തിലെ ഒരു UDF നേതാവിനും പ്രവർത്തകനും പരാതിയില്ലെന്നേ. അത് പോലീസ് കാണിച്ച ക്രൂരതയായിട്ടാണ് നിങ്ങൾ ഇവിടെയും ആവർത്തിച്ച് പറയുന്നത്, അല്ലേ? അപ്പോൾ അതൊരു രാഷ്ട്രീയ നിർദ്ദേശപ്രകാരമുള്ള മർദ്ദനമല്ല എന്നുള്ളതിന് ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടല്ലോ, ഇതിനേക്കാളും കൂടുതൽ തെളിവും വേണ്ടല്ലോ. പോലീസിലൊരു അബറേഷനാണ് ആ ഒരു വ്യതിയാനത്തിന്. ഏതാണ്? പക്ഷേ ശിവഗിരിയിലും മുത്തങ്ങയിലുമോ ഏതാണ്? അല്ല, അത് പറഞ്ഞാൽ അജിംഷാദെ, അതൊരു ആന്റണി ചെയ്തൊരു കടുങ്കൈ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോയി അവിടെയും ഏറെക്കാലം മുടിചൂടാമന്നനായി വാണ AK ആന്റണിയെ പോലെയുള്ള ഒരു പ്രതിഭ, രാഷ്ട്രീയ പ്രതിഭ ഇന്നലെ ചാനലുകൾക്കും വാർത്താലേഖകർക്കും മുമ്പിലിരുന്ന് അങ്ങനെ നുണ തട്ടി വിടുമ്പോൾ എന്താണ് അദ്ദേഹത്തിന് ഇത്രയും കാലം അദ്ദേഹം ആർജിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ പൈതൃകത്തിൻ്റെ ഒസ്യത്ത് എന്നുള്ളത് പോലും ചോദ്യം ചെയ്യപ്പെടുന്നതാണ് ഈ മനുഷ്യൻ അറിയുന്നില്ലേ? ശിവഗിരിയിൽ സംഭവിച്ചത് എന്തായിരുന്നു?
ശിവഗിരിയിൽ സംഭവിച്ചത് RSSന്റെ ചട്ടുകമായി ആന്റണി എന്നുള്ളതല്ലേ പച്ചയ്ക്ക് പറഞ്ഞാൽ ആന്റണി RSSന്റെ ചട്ടുകമായി തീർന്നു. അതായത് 1995 പിന്നെ ഒക്ടോബർ 15 ഈ സംഭവം നടക്കുന്നത്. അടുത്ത മാസം 30 വർഷം ആവുകയാണ് കേട്ടോ. നോക്കൂ, അന്നത്തെ പത്രങ്ങളിൽ വന്ന ദൃശ്യങ്ങൾ താങ്കൾ ഇത് പറയുമ്പോൾ സൈഡിലുണ്ട്. ഗുരുവിൻ്റെ മുന്നിലെ നിലവിളക്കുകളടക്കം ലോകത്തെ എല്ലാ മനുഷ്യരും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന നവോത്ഥാന നായകൻ ഗുരുവിൻ്റെ മുമ്പിൽ നിലവിളക്കുകളടക്കം തട്ടിത്തെറിപ്പിച്ച പോലീസ്. ഇത് കോടതി പറഞ്ഞിട്ടാണോ ജയചന്ദ്രൻ? കംപ്ലീറ്റ് ചെയ്യൂ ജയചന്ദ്രൻ, തുടരാം. അല്ല, അതാണ് അന്ന് പിന്നെ ശിവഗിരി ധർമ്മസംഘത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ പിന്നെ പ്രകാശാനന്ദ പക്ഷം വിജയിക്കുന്നു, ശാശ്വതകാനന്ദ പക്ഷത്തെ മറികടന്ന് വിജയിക്കുന്നു. പക്ഷെ അതിൽ ശാശ്വതകാനന്ദ സ്വാമികൾ അന്ന് തന്നെ അദ്ദേഹത്തിനെ രൂക്ഷമായി വിമർശിച്ചതിനെ തുടർന്ന് അതിൽ ചിലതൊക്കെ ശരിയുണ്ടെന്ന് തോന്നുന്ന പ്രകാശാനന്ദയ്ക്കൊപ്പം മത്സരിച്ച് വിജയിച്ച സന്യാസിമാർ രാജിവെക്കുന്നു. അതാണ് സംഭവിക്കുന്നത്. രാജിവെച്ചപ്പോൾ എന്ത് സംഭവിച്ചു? ജയിച്ചു എന്ന് പറയുന്ന പക്ഷം പിന്നെ ന്യൂനപക്ഷമായി. ഇത് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ റിസൾട്ട് വന്നതിന് അന്ന് തന്നെ നടക്കുന്ന അധികാര കൈമാറ്റമൊന്നും നടന്നിട്ടില്ല മുൻ ഭരണസമിതിയും പുതിയ ഭരണസമിതിയും തമ്മിൽ. അപ്പോൾ അങ്ങനെ ജയിച്ചു കഴിഞ്ഞപ്പോഴേക്ക് ഇവർ ഈ സംഘത്തിൽപ്പെട്ട പ്രകാശാനന്ദ പക്ഷത്തിൻ്റെ കൂടെ നിൽക്കുന്ന സന്യാസിമാർ തന്നെ രാജിവെച്ചു. പിറ്റേ നിധി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആറ്റിങ്ങൽ കോടതിയിലേക്ക് പോയി ശാശ്വതകാനന്ദ പക്ഷം. ആറ്റിങ്ങൽ കോടതി ആ ഹർജി തള്ളി. ഇവർ വീണ്ടും ഹൈക്കോടതിയിൽ പോകുന്നു. ഹൈക്കോടതിയിൽ പോയി ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യൻ്റെ സിംഗിൾ ബെഞ്ചിലാണ് എത്തുന്നത്. അദ്ദേഹം പറഞ്ഞു വിജയിച്ചവർക്ക് അധികാരമേൽക്കാൻ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ അസാധാരണമായ വിധി പുറപ്പെടുവിച്ചു. ഈ രാജിവെച്ചൊന്നും അദ്ദേഹം കണ്ടില്ല. എന്താണ് കാണാത്തതെന്നുള്ളത് വേറെ ഒരുപാട് പിന്നെ ബാക്ക്ഡ്രോപ്സ് ഉണ്ട്. ഞാൻ അതിലേക്ക് പോകുന്നില്ല, സമയമില്ലല്ലോ. ഏതായാലും അതാണ് പിന്നെ പ്രശ്നമായത്. ആ പ്രശ്നമായപ്പോഴേക്ക് രണ്ട് പക്ഷവും പിന്നീട് വീണ്ടും കച്ചമുറുക്കുകയാണ്. കച്ചമുറുക്കുമ്പോൾ നടന്നൊരു സുപ്രധാന സംഭവം ഉണ്ട് ജിംഷാദെ, അത് കാണാതെ പോകാൻ പാടില്ല. വലിയ ടഗ് ഓഫ് വാറായി, വടംവലിയായി. അപ്പോഴേക്കാണ് കേരളകൗമുദി പത്രാധിപരായിരുന്ന പിന്നെ എം എസ് മണി ആൻ്റണിയെ സമീപിച്ചിട്ട് പറഞ്ഞു, ഈ പ്രശ്നത്തിൽ ഞാൻ മധ്യസ്ഥത വഹിക്കാം എന്ന് പറയുന്നു. അപ്പോൾ എം എസ് മണിയെ പോലെ വലിയ തലപ്പൊക്കമുള്ള മാധ്യമപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ സ്വാധീനം ആൻ്റണിക്കും എല്ലാ കക്ഷികൾക്കും അറിയാവുന്നതാണ്, നമുക്കൊക്കെ അറിയാവുന്നതാണ്. മണിസാർ അങ്ങനെ പിന്നെ മധ്യസ്ഥത ഏറ്റു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ മധ്യസ്ഥത നടത്തിയ ഒരു തീരുമാനമാവുന്നവരെ നിങ്ങൾ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കരുത് എന്ന് ആൻ്റണിയോട് ആവശ്യപ്പെട്ടു. അയാൾക്ക് ആൻ്റണി സമ്മതിച്ചു. തീർച്ചയായിട്ടും മണി നിങ്ങളത് പിന്നെ മുമ്പോട്ട് പോയിക്കോളൂ, അതുമായി അത് മറ്റൊന്നും നടപടിയൊന്നും ഉണ്ടാവില്ല. ഇത് പറഞ്ഞ അതേ ദിവസം തന്നെ, ഈ ഒക്ടോബർ 15-നാണ്, അതേ ദിവസം തന്നെ പിന്നെ ഇദ്ദേഹം AK ആൻ്റണി കൊല്ലത്തുനിന്ന് ഒരു സംഘം പോലീസ് ഉദ്യോഗസ്ഥരെ ഏർപ്പെടുത്തുകയാണ് ശിവഗിരിയിലേക്ക് പോകാനായി. അതിന് അദ്ദേഹം കണ്ട ന്യായം ഇന്നലെ പറഞ്ഞ അതേ ന്യായം തന്നെയായിരുന്നു. ഏതാണ്? ഈ പിന്നെ ഹൈക്കോടതി ഉത്തരവല്ലേ, അത് കാരണം അതില്ലെങ്കിൽ കോടതി ലക്ഷ്യമല്ലേ. ഹൈക്കോടതി ഉത്തരവ് സിംഗിൾ ബെഞ്ചിൻ്റെ ആണെന്നേ. വേറെ എത്രയോ പിന്നെ ബെഞ്ചുകളുണ്ട് മുകളിൽ, വേറെ കോടതികളും ഉണ്ടല്ലോ. ഇനി അതല്ലെങ്കിൽ പോലും, അങ്ങനെ പോകുന്നില്ലെങ്കിൽ പോലും ഈ ഒരു സംഘർഷം ഉണ്ടാകുമ്പോൾ കോടതി വിധി അവിടെ നിൽക്കട്ടെ എന്ന് എത്രയോ ഘട്ടങ്ങളിൽ എത്രയോ ഗവൺമെൻറ്റുകൾ എത്രയോ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്. അങ്ങനെയല്ലേ തന്ത്രജ്ഞരായ രാഷ്ട്രീയക്കാർ അങ്ങനെയല്ലേ ചെയ്യുക, ഭരണാധികാരികൾ പ്രത്യേകിച്ചും അങ്ങനെയല്ലേ ചെയ്യുക. ഇവിടെ അതില്ലാതെ ആൻ്റണി പോലീസിനെ കൊല്ലത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് അയച്ചു അർദ്ധരാത്രി. ഇത് മണിസാർ അറിഞ്ഞു. പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെ MS മണിക്ക് ഈ വിവരം കൊടുത്തു. ഇങ്ങനെ കൊല്ലത്തു നിന്നുള്ള, തിരുവനന്തപുരത്തു നിന്നല്ല, കൊല്ലത്തു നിന്നുള്ള പോലീസിനെ വർക്കലയിലേക്ക് കയറിക്കൊള്ളാൻ അനുവദിച്ചിട്ടുണ്ട്. എന്ത് നടപടിയും ചെയ്തോളാൻ ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. അതേ ഉത്തരവിന് അങ്ങോട്ടും കൊടുത്തിരിക്കുകയാണ്. ഇതാണ് പ്രശ്നമായത്. അപ്പോൾ ശാരദാമഠത്തിൽ പ്രകാശാനന്ദ നേതൃത്വത്തിലുള്ള പിന്നെ സന്യാസിമാർ ധർണയിരിക്കുന്നു. ഇപ്പുറത്ത് പിന്നെ ശിവഗിരിയിൽ ശാശ്വതകാനന്ദ പക്ഷവും ഇരിക്കുന്നു. നേരെ ശിവഗിരി മഠത്തിലേക്കാണ് പാഞ്ഞു കയറുന്നത്. എന്നിട്ടാണ് ഇപ്പം കാണിച്ചില്ലേ ഇതടക്കമുള്ള ക്രൂരതകൾ, പോലീസിൻ്റെ നരനായാട്ടെന്ന് പറയാവുന്ന വെടിവെപ്പ് ഒഴിച്ച് ബാക്കിയെല്ലാം നടത്തിയത്. എന്നിട്ട് അദ്ദേഹം ഇന്നലെ ഇരുന്ന് പറയുകയാണ്, ഞാനെന്ന് പറഞ്ഞില്ലേ രാമനാരായണ, ആരെയാണ് ഈ പറ്റിക്കാൻ നോക്കുന്നത്? അദ്ദേഹം അന്ന് പ്രകാശാനന്ദയുടെ അഫിലിയേഷൻ അന്ന് RSSുമായിട്ടായിരുന്നു എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? ആ RSSൻ്റെ ചട്ടുകമായിട്ട് അപ്പം ശാശ്വതകാനന്ദ പക്ഷം എന്ന് പറഞ്ഞാൽ കടുത്ത RSS പിന്നെ വിരോധികളാണ്. കഴിയില്ല, നടക്കില്ല,
പിന്നെ ഗുരുദേവൻ്റെ പാവനമായ ആശ്രമത്തെ RSSൻ്റെ തീരുമാനങ്ങൾക്ക് വിട്ടുകൊടുക്കാനാകില്ല എന്ന ഉറച്ച നിലപാടാണ് അദ്ദേഹം എടുത്തത്. അതിനെയാണ് ഈ തരത്തിൽ ആൻ്റണി നരവേട്ട നടത്തി പോലീസിനെ അയച്ചിട്ട് ക്രൂരത കാണിച്ചതും ചോരപ്പുഴ ഒഴുക്കിയതും. അതിനെ എങ്ങനെയാണ് ശ്രീ എം ജയചന്ദ്രൻ, അതായത് നിജേഷ് അരവിന്ദ് പൊളിറ്റിക്കൽ ആവുകയാണ് കാര്യം കൂടുതൽ. നോക്കൂ, ഇവിടെ ഒറ്റപ്പെട്ട പോലീസിൻ്റെ പ്രവർത്തികൾ, അത് PK ഗോപൻ സൂചിപ്പിച്ചു, ശ്രീ എം ജയചന്ദ്രൻ വിശദീകരിച്ചു. ഇവിടെ കാണേണ്ടത് ഒറ്റപ്പെട്ട പോലീസിൻ്റെ അതിക്രമം ഏതെങ്കിലും രാഷ്ട്രീയ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നതല്ല. പക്ഷേ നിങ്ങളുടെ കാലത്ത് ഇന്നലെ ആൻ്റണി വിശദീകരിച്ച അടക്കമുള്ള സംഭവ വികാസങ്ങൾ ഒരു രാഷ്ട്രീയ തീരുമാനത്തിന് വേണ്ടി നടത്തിയതാണ്, രാഷ്ട്രീയ പ്രഖ്യാപനങ്ങളുടെ ഭാഗമായി നടത്തിയതാണ്. അവിടെ ആശയപരമായി ഒരു പോരാട്ടമുണ്ടായിരുന്നു RSS വിരോധികളുമായി. നിങ്ങളുടെ സർക്കാർ രാഷ്ട്രീയമായി ഏത് പക്ഷത്ത് നിന്നു? ഇതൊക്കെ പുറത്തേക്കെത്തുകയാണ്. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുവന്ന് തോന്നുന്നുണ്ടോ നിജേഷ്? ഇപ്പോൾ ഇന്നലെ DYFIയുടെ ഒരു നേതാവിൻ്റെ അച്ഛൻ മാധ്യമങ്ങളിൽ വന്ന് പറഞ്ഞത് തൻ്റെ മകനെ പോലീസ് പിടിച്ചുകൊണ്ടുപോയി കൊന്നത് CPM നേതാക്കളുടെ നിർദ്ദേശാനുസരണമാണ് എന്നാണ്. അജിം ഷാദിനെതിരെ ഈ ചാനലിൽ വന്നോ എനിക്കറിയില്ല, എല്ലാ പത്രങ്ങളിലും വാർത്തയിലുള്ളതാണ്. അജിം ഷാദിനെതിരെ ക്രോസ് ചെയ്യാം. കേരളത്തിലെ പത്തനംതിട്ടയിലെ DYFIയുടെ മേഖലാ സെക്രട്ടറിയെ പിടിച്ചുകൊണ്ടുപോയി അടിച്ചു കൊന്നു 4-ാം മാസം മരണപ്പെട്ടത് പോലീസ് മർദ്ദനം കൊണ്ടാണ് എന്നും അതിന് കാരണക്കാർ അവിടെയുള്ള CPMന്റെ നേതാക്കന്മാരാണ് എന്നും പ്രാദേശിക നേതാക്കന്മാരാണെന്നല്ലേ? അതൊരു ആരോപണം മാത്രമാണ്, അതൊരു ആരോപണം മാത്രമാണ്. പക്ഷേ ഇവിടെ അല്ല, തീർച്ചയായും അത് അന്വേഷിക്കും, അതും അന്വേഷിക്കും. അതാണ് ഈ സർക്കാർ പറയുന്നതിലെ വ്യക്തത, അതാണ് അന്വേഷിക്കുന്നില്ല. പക്ഷേ താങ്കൾ അന്വേഷിക്കും. നേരത്തെ CPMന്റെ പ്രതി പറഞ്ഞു, ഞാൻ 146 മുതൽ കണക്ക് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു 141 മുതൽ 45 വരെ ആണ് കണക്ക്. എങ്ങനെയാണത് 141 മുതൽ 145 ആവുന്നത് വരെ? അദ്ദേഹം പറയട്ടെ, ഏത് 144 ആളുകളെ പുറത്താക്കിയത് ഈ സേനയിൽ നിന്ന് പിരിച്ചുവിട്ടതിൽ ഈ സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരുണ്ടോ? അദ്ദേഹം പറഞ്ഞ കണക്ക് പ്രകാരം അങ്ങനെ ആയിക്കണമല്ലോ. ഇനി എന്തിനാണ് സേനയിൽ നിന്ന് ആളുകളെ പിരിച്ചുവിട്ടിട്ടുള്ളത്? ഏത് കാരണത്താലാണ് പിരിച്ചുവിട്ടുള്ളത്? നിങ്ങളൊന്ന് വിശദീകരിക്കേ. ഈ 144ന്റെ കണക്ക് പറയുന്നതിനപ്പുറത്തേക്ക് സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ, അതെന്തോ ആവട്ടെ, സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ, അത് കൃത്യമായി ആ ചിത്രം നേരത്തെ തന്നെ ഈ അത്തരം ദൃശ്യങ്ങൾ കോടതി പറഞ്ഞപ്പോഴാണ് പുറത്തത്. ഇനി അഥവാ അത് ആരെങ്കിലും കണ്ടിട്ടുണ്ട്, ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എതിരെ നടപടി ഉണ്ടാകും. ഇപ്പോൾ വിശ്വനാഥ അയ്യരുടെ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരാവസ്ഥ കാലത്തെ കൂടെ പീഡനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുക്കിവെച്ചതുപോലെ, ഈ ആന്റണി അടക്കം മുക്കിവെച്ചതുപോലെ വെക്കില്ലെന്നാണ് അവർ പറയുന്നത്. അവരതിന്റെ തെളിവായാണ് 144 പറയുന്നത്. 144 പേരുടെ തെളിവുകൾ പറയുന്നത്. അല്ല, രാഷ്ട്രീയമായ അതിന് ഉത്തരം പറയും PK ഗോപൻ. താങ്കളുടെ പ്രതികരണം സമഗ്രമായ ആഡ് ചെയ്തേ ഉള്ളൂ. ഞാൻ ചോദിക്കുന്നത്, സുജിത്തിനെ, ചൊവ്വന്നൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സുജിത്തിനെ മർദ്ദിച്ച 11 കേസുകളിലെ പ്രതിയാണ് അദ്ദേഹം. എന്നാൽ പോലും മർദ്ദിക്കാൻ പാടില്ല. അല്ല, അവിടെ അജിം ഷാദ് 11 കേസുകളിലെ പ്രതിയാണ്. ഏത് കേസിൽ അദ്ദേഹം പ്രതി? അല്ല, അത് VD സതീശൻ പറഞ്ഞതടക്കമുള്ള കാര്യങ്ങളല്ല. ഉത്സവപ്പറമ്പിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച അടക്കമുണ്ട്. ഉത്സവപ്പറമ്പിൽ അലങ്കോലപ്പെടുത്താൻ ശ്രമിച്ച അടക്കമുണ്ട് നിജേഷ്. അല്ല, ശരി, ഞാൻ പറയുന്നു അദ്ദേഹം കൊലപാതക കേസിലെ പ്രതിയാണ്. ഓക്കെ, അജിം ഷാദെ, സുജിത്ത് കൊലപാതക കേസിലെ പ്രതിയാണ് ആണെങ്കിലും ഞാൻ പറയുന്നു, താങ്കൾ അത് പറയുന്നതിന് ഞാൻ അംഗീകരിക്കുന്നു. അല്ല, അജിം ഷാദെ കൊടിസുരിയെ പോലെ കൊലപാതക കേസിലെ പ്രതിയാണ്. ആയിക്കോട്ടെ, വിചാരിക്കാം കൊലപാതക, എന്നാലും പോലീസിന് അത് ചെയ്യാൻ അവകാശം. അതൊക്കെ കോൺഗ്രസ് നേതാവ് സുജിത്തിന് 11 ആണെങ്കിൽ അജിം ഷാദ് കേട്ടോ, എന്റെ പേരിൽ കോഴിക്കോട് ജില്ലയിലെ എല്ലാ കോടതിയിലും കേസുണ്ട്. എല്ലാ കോടതിയിലും അത് പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ടല്ലേ, താങ്കളെ ഞങ്ങൾക്കറിയാമല്ലോ. അത് അജിം ഷാദ് ആ ദുഷ്ടലാക്ക് സംസാരിക്കരുത്. ഇല്ല, ഞാൻ അങ്ങനെയാണെങ്കിൽ പോലും എന്നാണ് പറഞ്ഞത്. 11 കേസുകൾ, ഉത്സവം കലക്കിയതടക്കം 11 കേസിലെ പ്രതികളാണെങ്കിൽ പോലും അജിം ഷാദ് പറഞ്ഞുകൊണ്ട് പോലീസ് സുജിത്തിനെതിരെ പോലീസ് അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് തന്നെയാണ് സർക്കാരും പറയുന്നത്. അല്ല, സുജിത്തിനെ തല്ലാൻ കാരണം കേസുള്ളത് കൊണ്ടാണ്. 11 കേസിലെ പ്രതിയാണ് എന്ന് ഞാൻ പറഞ്ഞില്ല. തല്ല് കിട്ടിയാലും ഇനി എന്തിനാ കേസ് വലിച്ചു വലിക്കുന്നത്? ഞാൻ പറഞ്ഞത് താങ്കൾ ഇരട്ട ജീവപര്യന്തം തടവ് കിട്ടിയ കൊടിസുനിയെ ബാറിൽ കൊണ്ട് മദ്യപിക്കുന്ന പോലീസ്, ആ ചിത്രം
ഫേസ്ബുക്കിൽ അങ്ങനെ പോലീസുകാർ ചെയ്താൽ അതിന് തെളിവുണ്ടെങ്കിൽ അവരെയും ശിക്ഷിക്കും. അല്ല, എവിടെ നടപടി? ആർക്കെതിരെ നടപടി? ഇവിടെ അജിം ഷാ തന്നെ പറഞ്ഞു കഴിഞ്ഞത് സുജിത്ത് 11 കേസിലെ പ്രതിയാണ്, അതുകൊണ്ടാണ് തല്ല് കിട്ടിയത്. പക്ഷേ നിജേഷ് അരവിന്ദിനെ പോലെ ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവ്, ഒരു നെഹ്റുവിയൻ പ്രിൻസിപ്പിൾ പിന്തുടരുന്ന രാഷ്ട്രീയ നേതാവ് ഇത്തരം ഒറ്റപ്പെട്ട കാര്യങ്ങൾ ഉയർത്തുമ്പോൾ ശിവഗിരിയും മാറാടും മുത്തങ്ങയും നിന്ന് കരയുകയാണ്. അജിം ഷാദിന് ഒറ്റപ്പെട്ടതായിരിക്കാം. ഞങ്ങൾക്കത് ഒറ്റപ്പെട്ടതല്ല. ഇന്നലെ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കകത്ത് തന്നെ പറഞ്ഞ പോലീസ് മർദ്ദനങ്ങൾ, ഞാൻ നേരത്തെ എന്റെ വാർത്ത, എനിക്ക് തോന്നുന്നത് CPM പ്രതിനിധി കൊല്ലംകാരനാണ്. ഞാൻ ഇവിടെ പറഞ്ഞല്ലോ, കൊല്ലംകാരനായ DYFIയുടെ മേഖലാ സെക്രട്ടറി നിഖിലിനെ തല്ലിച്ചതച്ച, അദ്ദേഹത്തിന്റെ സഹോദരൻ പട്ടാളക്കാരനെ തല്ലിച്ചതച്ച ഒരു പോലീസുകാരൻ, അത് ഒറ്റപ്പെട്ട സംഭവമാണോ? നടപടി എടുത്തിട്ടുണ്ടോ? നിങ്ങൾ മറുപടി പറ. 11 കേസുള്ളത് കൊണ്ടാണ് തല്ലിയത്, അതാണല്ലോ ന്യായീകരണം. മറുപടി വരട്ടെ. അജിം ഷാദെ 11 കേസ് ഉണ്ട് എന്ന് അജിം ഷാദിനെ കൊണ്ട് പറയിപ്പിച്ച ബോധ്യം എന്താണ്? എനിക്ക് മനസ്സിലാവാഞ്ഞിട്ട് ഈ പോലീസുകാരെ, ഇവരൊക്കെ ആവർത്തിച്ച് പറഞ്ഞ പോലീസുകാരെ പ്രൊട്ടക്ട് ചെയ്ത് 2 കൊല്ലം സംരക്ഷിച്ച് നിർത്തിയത് പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പാണ്. അജിം ഷാദെ, ഞങ്ങൾ അതിനോടാ ചോദ്യം ചെയ്യുന്നത്. ആ ദൃശ്യം കിട്ടാതിരിക്കാൻ ഇതൊക്കെ താങ്കൾ വിശദീകരിച്ചല്ലോ. താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചു. സുജിത്തിനോ അരവിന്ദിനോ കമലാസനോ ഒക്കെ കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ കാലത്ത്. പക്ഷേ ശിവഗിരിയിൽ നടത്തിയ നരനായാട്ട് ആർക്ക് വേണ്ടിയാണ്? അതിലെ പൊളിറ്റിക്സ് ആരെയാണ് പിൻകുത്തു കുത്തുന്നത്? ഒപ്പം മാറാട്ടെ, ഒപ്പം മുത്തങ്ങയിലെ, ഇതൊക്കെ ഇപ്പോൾ ചർച്ചയായി. ഇതൊക്കെ ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാണ്. അതൊക്കെ ആരാണ് ഉത്തരം പറയുക? ഇനി അല്ല, വളരെ കൃത്യമായിട്ട് വരാം. അതിനു മുമ്പ് CPM പ്രതി AK ആന്റണിയെ പറ്റി ചില പരാമർശങ്ങൾ ഉന്നയിച്ചിരുന്നു. അദ്ദേഹം നിരന്തരമായി RSSന് അനുകൂലമായ കാര്യങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ മകൻ വിട്ടുപോയത്. പ്രിയപ്പെട്ട CPM പ്രതി, എവിടെയാണ് AK ആന്റണി എന്ന് പറയുന്ന മനുഷ്യൻ RSSന്റെ പരിപാടികൾക്ക് സപ്പോർട്ട് ചെയ്തത്? നിങ്ങളൊന്ന് പറ. എന്തെങ്കിലും വിളിച്ചു പറയാനുള്ള വേദിയാക്കിക്കൊണ്ട് ന്യൂനപക്ഷങ്ങൾ കേരളത്തിൽ അനർഹമായി സ്വാധീനം ചെലുത്തി നേടിയെടുത്തു എന്ന് പരസ്യമായി പറഞ്ഞ് ലീഗ് പോലും വിമർശിക്കേണ്ടി വന്ന വാക്കുകൾ ആർക്കാണ് അനുഗുണമാകുന്നത്? AK ആന്റണി പറഞ്ഞ ആ പ്രസ്താവന വളരെ കൃത്യമായി കേരളം ചർച്ച ചെയ്തതാണ്. പ്രഷർ ഉപയോഗിച്ചുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വാങ്ങിയതിനെ പറ്റിയായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. നമ്മൾ മുന്നോട്ട് വെച്ച അല്ലാതെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ പ്രസ്താവനയല്ല എന്നുള്ളത് പിന്നീട് തെളിയിക്കപ്പെട്ടതാണ്. അതുപോലെ നിരന്തരമായി ഞാൻ പറയുന്നത്, അജിം ഷാദെ ഒരു ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ നേതാവ്, ഒരാളെ പറ്റി, പ്രത്യേകിച്ചും പൊളിറ്റിക്സിൽ നിന്ന് റിട്ടയർ ചെയ്ത് നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളെ പറ്റി അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് RSSന്റെ പരിപാടികൾക്ക് പോയിട്ടുണ്ട് എന്ന് ഈ ചാനലിലൂടെ പറഞ്ഞാൽ അത് തെളിയിക്കേണ്ട ബാധ്യത CPMന്റെ ഉത്തരവാദിത്തപ്പെട്ട പ്രതിനിധിക്കുണ്ട്. അത് അത് പറഞ്ഞേ മതിയാകും. ഇല്ലെങ്കിൽ അദ്ദേഹം ആ പരാമർശം പിൻവലിക്കണം. അത് ശരിയല്ല. അങ്ങനെ ഞാനിപ്പോ CPMന്റെ ഏതെങ്കിലും ഒരു നേതാവിനെ പറ്റി, ഇപ്പൊ രാഷ്ട്രീയത്തിൽ അല്പം മാറി നിൽക്കുന്ന ഒരാളെ പറ്റി ഇല്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? ശിവഗിരിയെ സംബന്ധിച്ചും മുത്തങ്ങയെ സംബന്ധിച്ചും മാറാട്ട കലാപത്തെ സംബന്ധിച്ചും ഒപ്പം നോക്കൂ, ഈ ശിവഗിരിയിലെ നടപടികളിൽ ഈ MS മണി അടക്കം കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കോട്ട് ചെയ്ത് പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ശ്രീ ജോയി MLA യും നിയമസഭയിൽ അത് പറഞ്ഞതാണ്, MS മണിയുടെ വാക്കുകളടക്കം വായിച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വസ്തുതയുണ്ട്. RSSുമായി ബന്ധം ചാലിച്ചുകൊണ്ട് അവിടെ ശിവഗിരിയിലെ ആ പുണ്യപരിപാവനമായ പ്രദേശത്തേക്ക് ഇരച്ചു കയറി ഗുരുവിൻ്റെ മുന്നിലെ വിളക്കുകളൊക്കെ ചവിട്ടി മെതിച്ചിട്ട് കോടതിയുടെ പേര് പറയുന്നു. കോടതി വിധി നടപ്പാക്കുന്ന ആ രീതിയിലാണോ? കോടതി പറഞ്ഞോ അത്തരം അക്രമം നടത്താൻ? അപ്പോൾ അതൊക്കെ RSSന്റെ തിട്ടൂരം അനുസരിച്ച് ചെയ്താണെന്ന് ആരോപണം ശക്തമാണ്. ഇതൊക്കെ ഉണ്ട് നിജേഷ്, അതൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ തന്നെയാണ് ശക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. അതിനുശേഷമാണ് EK നായനാർ മന്ത്രിസഭ അധികാരത്തിൽ വരുന്നതും ശിവഗിരി വിഷയം പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ, സിറ്റിംഗ് ജഡ്ജി കമ്മീഷനെ വെച്ചത്. അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അജിം ഷാദിന്. ഇപ്പോൾ അത് പബ്ലിക് ഡൊമൈനിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടാണ്. തീർച്ചയായും എവിടെയാണ് നിങ്ങൾ പറഞ്ഞിരിക്കുന്നത്? ഞാൻ മറുചോദ്യം അതുമായി ബന്ധപ്പെടുത്തി ഒന്ന് ചോദിക്കാം. അതിനൊക്കെയുള്ള രാഷ്ട്രീയ ഉത്തരം ഡോക്ടർ പി കെ ഗോപൻ പറയും. ഞാൻ ചോദിക്കുന്നത്
ഞാൻ ചോദിക്കുന്നത് ഇതേ കണക്ക് റിപ്പോർട്ട് വിശ്വനാഥ അയ്യരുടെ റിപ്പോർട്ടില്ലേ അടിയന്തരാവസ്ഥക്കാലത്തെ അനീതികളെ സംബന്ധിച്ച്, നിരവധി കോൺഗ്രസ് കാലത്തുള്ള അനീതികളെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടില്ലേ? അതിനുശേഷമല്ലേ എ കെ ആൻ്റണി വന്നത്, കരുണാകരൻ പോയതിനു ശേഷം? ഈ റിപ്പോർട്ടിന് മേൽ എന്താണ് എ കെ ആൻ്റണി ചെയ്തത്? അങ്ങനെയാണെങ്കിൽ അത് അടക്കം, അങ്ങനെ റിപ്പോർട്ടുകൾ എടുക്കാനാണെങ്കിൽ അതടക്കം ചർച്ച ചെയ്യണ്ടേ? SNDP നേതാവ് മധുവിനെ മലം തീറ്റിച്ചു, അത് ആന്റണിയുടെ കാലത്താണ്. ലളിതമാണ്, എന്റെ ക്വസ്റ്റ്യൻ ലളിതമാണ്. എ കെ ആന്റണി ഇന്നലെ ആവശ്യപ്പെട്ട ഒറ്റ കാര്യമേ ഉള്ളൂ. എന്റെ മന്ത്രിസഭയ്ക്ക് ശേഷം വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സമഗ്രമായി അന്വേഷിച്ചതിന് ശേഷം ഒരു റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ ഇപ്പോൾ അജിംഷാദ് പറഞ്ഞതോ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞതോ CPM-ന്റെ പ്രതി പറഞ്ഞതോ ആയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന ചോദ്യമാണ് നിങ്ങൾ ഉണ്ട് എന്ന്. ശരി, അതിന്റെ ഉത്തരത്തിലേക്ക് പോകാം. അതിൽ ഉയർന്ന രണ്ട് രാഷ്ട്രീയ ചോദ്യങ്ങളെ താങ്കൾ അഭിമുഖീകരിച്ചില്ല. നിജേഷ് അരവിന്ദ്, അതിൽ ഉയർന്ന രണ്ട് രാഷ്ട്രീയ ചോദ്യങ്ങളെ താങ്കൾ അഭിമുഖീകരിച്ചില്ല. ഒന്ന്, ഈ ഇത്തരം ആരോപണങ്ങൾ സജീവമാക്കുന്ന വേളയിൽ അടിയന്തര പ്രമേയങ്ങളിൽ നിങ്ങൾ സ്വയം പരാജിതമായ വശം. രണ്ട്, ഈ മുതിർന്ന നേതാവിന് നിങ്ങൾക്കെതിരെ രംഗത്തെത്തേണ്ടി വന്നത്. ഈ ഘട്ടത്തിൽ ചെന്നിത്തല പറഞ്ഞു, ഞാൻ ആ സമയം നിയമസഭയ്ക്കുള്ളിൽ ഇല്ലായിരുന്നു ആന്റണിയെക്കുറിച്ച് പരാമർശിക്കുമ്പോഴെന്ന്. ഇതടക്കം ചെന്നിത്തലയ്ക്ക് പറയേണ്ടി വന്നു. നിങ്ങളുടെ കൂട്ടുത്തരവാദിത്വത്തെ ബാധിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ഇനി മൂന്നാമത്തത്, മുഖ്യമന്ത്രി ഒരു വാക്കുപോലും ഈ ശിവഗിരിയെ സംബന്ധിച്ച് മറുപടി പ്രസംഗത്തിൽ പറഞ്ഞില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ചർച്ചയുടെ ഇടയിൽ ചന്ദ്രശേഖരനാണ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അത് പറഞ്ഞത്. ശരി, താങ്കൾ പൂർത്തീകരിക്കാൻ ഞാൻ PK ഗോവനിലേക്ക് പോവുകയാണ്. എന്തെങ്കിലും ഉണ്ടോ ശ്രീ നിജേഷ്? ഒന്നാമത് നിങ്ങൾ പറഞ്ഞ കാര്യം അടിയന്തര പ്രമേയത്തിന് നിങ്ങളുടെ രാഷ്ട്രീയ പരാജയമാണ് എന്നാണ് ഞാൻ എപ്പോഴും കാണുന്നത്. കൈരളി ചാനലിൽ കുറച്ചു കാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും ചർച്ച കേൾക്കാറുണ്ട്. അതെനിക്ക് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. അജിംഷാദ് ഒരു 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ കൈരളി ചാനൽ ചർച്ച കാണണം. ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾ പബ്ലിക്കിലേക്ക് ഒരു ജനങ്ങളുടെ വിഷയം അടിയന്തര പ്രമേയമായി ഉന്നയിച്ചിട്ടുണ്ട് എങ്കിൽ അത് തന്നെ ഞങ്ങളെ സംബന്ധിച്ചോളം വിജയമാണ്. ഞങ്ങൾ പറയാനുള്ളത് കേരള നിയമസഭയിൽ സഭ TV-യിലൂടെ കേരളത്തിലെ പൊതുജനങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അതിനെ വളരെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് മൂന്ന് വിഷയങ്ങളുമുണ്ട്. രണ്ടാമത് നിങ്ങൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? രണ്ടാമത് പറഞ്ഞ കാര്യം അടിയന്തരാവസ്ഥയുമായി ബന്ധപ്പെട്ട കാര്യം. ഞങ്ങൾ അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി കേരളത്തിൽ തന്നെ ഒന്ന് പറഞ്ഞല്ലോ, അടിയന്തരാവസ്ഥയെ തള്ളിപ്പറഞ്ഞു. പിന്നെ അതിന്റെ കമ്മീഷന് പോലും പ്രസക്തി ഇല്ലല്ലോ. അടിയന്തരാവസ്ഥയെ തള്ളി പറയാൻ കോൺഗ്രസിന് കണ്ണീർ ഇപ്പോഴും ഉണങ്ങുന്നില്ല. അല്ല, ഈശ്വരവാര്യ കണ്ണീര് പോലെ തന്നെയാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പോലും അതിന്റെ ശാരീരിക പീഡകൾ ഇപ്പോഴും പേറുന്ന ആളാണ്. പത്തനംതിട്ടയിലെ സഖാവ് ഇന്നും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡിവൈഎഫ്ഐയുടെ സെക്രട്ടറി 8 മാവോവാദികൾ എന്ന് പറഞ്ഞുകൊണ്ട് 8 പേരെ വെടിവെച്ച് കൊന്ന പോലീസാണ് കേരള പോലീസ്. കൊല്ലിച്ച ആളാണ് പിണറായി വിജയൻ. അവരുടെ ഭാര്യ, അവരുടെ കുടുംബവും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. 2 SFI-ക്കാരെ പിടിച്ച് ജയിലിലിട്ട പോലീസാണ് കേരളത്തിലെ പോലീസ്. പിണറായി വിജയൻ പറഞ്ഞതുകൊണ്ട് ആഭ്യന്തര ഓർമ്മയില്ലേ, കോഴിക്കോട്ട് വളരെ പ്രധാനപ്പെട്ട സഖാക്കൾ ഇതൊക്കെ കേരളത്തിലെ പോലീസ് ചെയ്താണ്. ശ്രീ പി കെ ഗോപൻ നിജേഷ് പറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾക്കുള്ള മറുപടി പെട്ടെന്ന്. PK ഗോപൻ 141 കണക്കൂടി സാർ, അത് പറയൂ, അദ്ദേഹം പറയും. അല്ലല്ല, 141 കണക്ക് ഇദ്ദേഹത്തിന് ഈ 145 കഴിഞ്ഞ് പുറത്താക്കിയില്ലെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതിൻ്റെ സീരിയൽ അനുസരിച്ച് പറയുമ്പോൾ സകല ആളുകളെയും പുറത്താക്കേണ്ട കഥയാണ് പറഞ്ഞത്. ഇനിയുള്ള സംഭവങ്ങളാണ്. അപ്പോൾ അദ്ദേഹം കൊല്ലത്തെ DYFI പറയുന്നു, മറ്റേത് മറിച്ചതും എല്ലാം പറയുന്നു. ഇതിൻ്റെയൊക്കെ മുമ്പിൽ അല്ല, ഞാൻ പറയട്ടെ, ഇതിൻ്റെയൊക്കെ മുമ്പിൽ 144 പേരെ പുറത്താക്കാനുള്ള നടപടി സ്വീകരിക്കാനുള്ള ആർജവം കാണിച്ചവർക്ക് 145 ഒരാളുണ്ടെങ്കിൽ പുറത്താക്കില്ല എന്ന് എന്തിനാണ് നിജേഷ് ഉറപ്പിക്കുന്നത്? 144 പേരെ പുറത്താക്കിയത് VD സതീശൻ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണോ, അതോ ഈ ഗവൺമെൻറ്റിൻ്റെ ശുദ്ധി കൊണ്ടാണോ പുറത്താക്കിയത്? ഒരു പോലീസുകാരൻ അല്ലെങ്കിൽ ഒരു പോലീസുകാരി നീതിക്ക് നിരക്കാത്ത നിലപാട് സ്വീകരിച്ചാൽ സസ്പെൻഷൻ അല്ല നടത്തിയത്, സർവീസിലുണ്ടാവില്ലെന്നാണ് പറഞ്ഞേ. സർവീസിൽ ഇല്ല, അവർ മറ്റു ജോലിക്ക് പോയി. കഥ പറയാൻ നിങ്ങൾക്കില്ല. ശ്രീ ഗോപൻ പരമാവധി തെളിവുകൾ പുറത്തു വരാതെ ഒളിപ്പിച്ചു വെച്ചു. അതിനെ സഹായിച്ചു.
അതിനുശേഷം ഇദ്ദേഹത്തിന്റെ സമയമാണോ? നിജേഷ് അദ്ദേഹം complete ചെയ്യട്ടെ. സമയമാണോ ഇത്? വന്നതിന് അദ്ദേഹം complete ശേഷം നിജേഷിന്റെ സമയമാണോ ശ്രീ അജിം ഷാ? അല്ലല്ല, പി കെ ഗോവന്റെ സമയമാണോ ഇത്? പി കെ ഗോവന്റെ സമയമാണ്. നിജേഷ് അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യട്ടെ. ഇതൊരു നല്ല ശീലമല്ല. അല്ല ഇത് നല്ല ശീലമല്ല. കംപ്ലീറ്റ് ചെയ്യൂ. പി കെ ഗോവൻ കംപ്ലീറ്റ് ചെയ്യൂ. ഇത് നല്ല ശീലമല്ല. അല്ല 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 പി കെ ഗോവൻ നിങ്ങൾ മണിക്കൂറുകളോളം ഇവിടെ മണിക്കൂറുകൾ സാധാരണ എന്തുമാത്രം സമയമാണ് കോൺഗ്രസ് പ്രതിനിധിക്ക് കൈരളി അനുവദിച്ചു തന്നത്? അതെല്ലാം വിശദീകരിച്ചതിന് ശേഷം ഇനി ഞങ്ങളാരും പറയാനേ സമ്മതിക്കില്ല. എന്തെന്തിനാ വാശി പിടിക്കുന്നേ? നിങ്ങളിപ്പം കറൻ്റായിട്ട് ഉന്നയിച്ചിട്ടുള്ള പോലീസിൻ്റെ ആക്ഷനുകളിൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിച്ച ഒരു സംഭവമില്ല. നിങ്ങൾ പച്ചക്കള്ളാണ് പറയുന്നത്. ഞങ്ങൾ നേരത്തെ അവതരിപ്പിച്ചൊരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് നിർദ്ദേശമുള്ള പോലീസ് നടപടിയും പോലീസ് എടുക്കുന്ന പോലീസ് നടപടിയുണ്ട്. ഇതിൽ ഗവൺമെൻറ് നിർദ്ദേശമുള്ള പോലീസ് നടപടിയിലൂടെയാണ് കേരളത്തിൽ കോൺഗ്രസിൻ്റെ എല്ലാ കാലത്തും അടിയന്തരാവസ്ഥ ഒരു മുഖ്യമന്ത്രിക്ക് ഒരു ആഭ്യന്തരമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നതാണ്. ഒരു ഗവൺമെൻറ്റിന് പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. ഇന്ത്യ രാജ്യത്ത് പ്രതിസന്ധി ഉണ്ടാക്കിയതാണ്. ഇപ്പം നിങ്ങൾ പറയുകയാണ് ഞങ്ങളതിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്ന്. ശ്രീ എ കെ ആന്റണി വന്നിരുന്നുകൊണ്ട് മുത്തങ്ങ വെടിവെപ്പിൻ്റെ കാര്യം പറഞ്ഞതുപോലെയാണ്. നിങ്ങൾ എന്ത് തള്ളി പറഞ്ഞെന്നാ? അടിയന്തരാവസ്ഥയിൽ 2 വർഷക്കാലം 21 മാസക്കാലം ഈ നാട്ടിലെ മുഴുവൻ ആളുകളെയും ചവിട്ടി അരച്ച് യാതൊരു തരത്തിലും ഒരു കേസിൽ പ്രതിയല്ലാത്ത 24 വയസ്സുള്ള കാലിക്കട്ട് റീജിയണൽ എഞ്ചിനെ കോളേജ് രാജനെ കൊണ്ടുപോയി കക്കയം ക്യാമ്പിൽ കൊണ്ടുപോയി ഉരുട്ടി കൊന്നിട്ട് ചുരുട്ടിക്കൂട്ടി ചാക്കിനകത്ത് കയറ്റി കക്കയം കാട്ടാറിൽ തള്ളിക്കളഞ്ഞ് സ്നേഹലത റെഡ്ഡി എന്ന പത്രപ്രവർത്തകയെ നഗ്നയാക്കി നിർത്തി സിഗരറ്റ് പൊള്ളിച്ച് കൊന്ന് വർഗീസിനെ വെടിവെച്ച് കൊന്ന് അതുപോലെ പിന്നെ കണ്ണുകൾ ചൂഴ്ന്നെടുത്ത് എന്തു ക്രൂരത നിങ്ങൾ കാണിച്ചേ? നിങ്ങൾ ഈ പാവക്കറ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും? എന്നിട്ടാണോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ ഒരാൾ ചീത്ത വിളിച്ചു അടിച്ചു അത്തരം കാര്യങ്ങൾ പോലും ചെയ്യാൻ പാടില്ല. കേരളത്തിലെ പോലീസിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. നല്ല ഹൈ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ചെറുപ്പക്കാർ ഇപ്പോൾ പോലീസ് വന്നിട്ടുണ്ട്. ആരെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ നടപടി ഉറപ്പ്. അതാണ് മുഖ്യമന്ത്രി നിങ്ങൾക്ക് മറുപടി മാത്രമല്ല പറഞ്ഞേ. കേരളത്തിൽ തെറ്റായ സമീപനം സ്വീകരിക്കുന്ന പോലീസുകാരുണ്ടല്ലോ, ആ പോലീസുകാർക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. 144 പേര് വീട്ടിലിരിക്കുകയാണ്, ഓർത്തോണമെന്നാണ് പറഞ്ഞേ. ആ സമീപനമാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളിതിനെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോകേണ്ട കാര്യമില്ല. പിന്നെ RSSൻ്റെ പരിപാടിയിൽ ശ്രീ എ കെ ആന്റണി പങ്കെടുത്തത് വിശദീകരിക്കണമെന്ന് ശ്രീ നിജേഷിന് ശ്രീ കെ ഗോപിനാഥൻ വക്കീലിനെ അറിയാവോ? ദയവായിട്ട് അറിയില്ലെങ്കിൽ ഒന്ന് തിരക്കുന്നതല്ല. അദ്ദേഹം കോൺഗ്രസിൻ്റെ സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച വക്കീലാണ്. SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം കോൺഗ്രസിനെ തള്ളി പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഗ്രന്ഥം എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഈ RSSന് വേണ്ടി ശിവഗിരി കുന്നിൽ നടത്തിയ പ്രവർത്തനമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ചെന്ന് അദ്ദേഹത്തോട് വിശദീകരിച്ചതാണ് എങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നതെന്നുള്ളത്. SNDP ജനറൽ സെക്രട്ടറി തരത്തിൽ ഞാൻ പോയി ശ്രീ എ കെ ആന്റണിയെ കണ്ടു. എൻ്റെ വാക്ക് മുഖവിലക്കെടുത്തില്ല. അദ്ദേഹം വേറെ ചില നിർദ്ദേശങ്ങളാണ് കേട്ടത്. അത് അന്നത്തെ RSSൻ്റെ നിർദ്ദേശമായിരുന്നു. അതുകൊണ്ട് RSSൻ്റെ ചില പരിപാടികളിൽ പിന്നെ അദ്ദേഹത്തിന് സപ്പോർട്ട് ചെയ്യേണ്ടി വന്നു. അതിൻ്റെ തുടർച്ചയിലാണ് നേരത്തെ അജിം ഷാ ചൂണ്ടിക്കാണിച്ച ന്യൂനപക്ഷവുമായി ബന്ധപ്പെടുത്തിയ പ്രസംഗം നടത്തിയത്. ഇതെല്ലാം അദ്ദേഹം പുറത്തു പറഞ്ഞതിൻ്റെ 10 ഇരട്ടിയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചർച്ച ചെയ്തത്. അതിൽ നിന്നുള്ള ഊർജ്ജം ഉൾക്കൊണ്ടുകൊണ്ടാണ് എങ്ങോട്ട് പോകണം എന്നാലോചിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ജീവിത പങ്കാളിക്കും അദ്ദേഹം ജന്മം കൊടുത്ത മകനും രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വരുന്നില്ല. മകനൊരു ഭാവി എവിടെ കിട്ടും? അത് പുരോഹിതനുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി അഥവാ അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി പ്രഖ്യാപിച്ചതാണ് ഇക്കാര്യം. അങ്ങനെ അനിൽ ആന്റണി RSSൽ പോകാനുള്ള ഒരു 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 കുറ്റബോധം കൂടി ശ്രീ എ കെ ആന്റണിയുടെ വാക്കുകളുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇദ്ദേഹം തെളിവ് ചോദിക്കുകയാണോ ആന്റണി RSSന്റെ? ശരി, അദ്ദേഹം പറഞ്ഞത് സമഗ്രമായ മറുപടിയാണ് ശ്രീ. അടിസ്ഥാനത്തിലാണ് ഞാൻ തെളിവ് സഹിതമാ പറഞ്ഞേ. അതെ. ഇനി തീർച്ചയായും നമ്മൾ വൈൻഡപ്പിലേക്ക് പോവുകയാണ്. ഞാൻ ശ്രീ എം ജയചന്ദ്രനിലേക്ക്. ശ്രീ എം ജയചന്ദ്രൻ, EP ജയരാജൻ MLAക്ക് നേരിടേണ്ടി വന്ന പോലീസ് വെടിവെപ്പ്, അന്ന് ആന്ധ്ര പോലീസുമായി സഹകരിക്കാത്ത നടപടി സ്വീകരിച്ചത് അടക്കമുള്ള പ്രശ്നങ്ങൾ UDF കാലത്തേത്, പ്രത്യേകിച്ച് ആന്റണി വന്നതോടുകൂടി UDF കാലത്തേത് കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യുകയാണ്. അങ്ങനെയാണ് എങ്കിൽ ഇതിനൊക്കെ ഉത്തരം പറയേണ്ടത് VD സതീശനല്ലേ? ഈ അടിയന്തര പ്രമേയവും അദ്ദേഹത്തിൻ്റെ കൂട്ടർ നിയമസഭയിൽ നടത്തിയ രാഷ്ട്രീയമായ പരാജയവുമല്ലേ AK ആന്റണി ഉയർത്തിയ ചോദ്യങ്ങൾക്ക് പിന്നിലെ ഒളിയമ്പ്? ശ്രീ എം ജയചന്ദ്രൻ.
അതെ, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് നിജേഷിന് ഒരു മറുപടി ഒന്ന് കൊടുക്കേണ്ടതുണ്ട് അത്യാവശ്യമായി. അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം അജിംഷാദെ. ഈ പിന്നെ പിണറായി വിജയൻ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന പിന്നെ ഈ 2016 അതുമുതൽ കഴിഞ്ഞ വർഷം 2024 ജൂൺ വരെയുള്ള കാലയളവിലെ ഒരു കണക്കാണ്. 108 പോലീസുകാരെയാണ് ഗുരുതരമായ ക്രിമിനൽ കുറ്റത്തിൻ്റെ പേരിൽ പിന്നെ പിരിച്ചുവിട്ടത്. 108 പോലീസുകാരെ. ഇതേ കാലയളവിൽ 1073 പോലീസുകാർക്കെതിരെ പിന്നെ ക്രിമിനൽ നടപടികളും തുടങ്ങിയിട്ടുണ്ട്. അതിൽ 700 ചില്ലുവാനം പേർക്കെതിരെ FIR രജിസ്റ്റർ ചെയ്ത് ചാർജ് ഷീറ്റ് സമർപ്പിച്ചു കഴിഞ്ഞു. ബാക്കിയുള്ളവർക്കെതിരെ നടപടികൾ നടക്കുന്നു. പിന്നെ ഈ പറഞ്ഞ കഴിഞ്ഞ വർഷം 2024 ജൂലൈക്ക് ശേഷം 2024 ഒക്ടോബർ മുതൽ 2025 സെപ്റ്റംബർ വരെയുള്ള കാലയളവിലാണ് വീണ്ടും 36 വരെ കൂടി പിരിച്ചുവിടുന്നത്. അങ്ങനെയാണ് രണ്ടും കൂടെ ചേർത്താണ് 144 പേരെ പിരിച്ചുവിട്ടിട്ടുള്ളത്. വിശദമായ കണക്കാണ്, അതിൻ്റെ ലിസ്റ്റ് മുഴുവനും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും പിന്നെ പറയേണ്ട കാര്യമില്ല. ആവശ്യമുണ്ടെങ്കിൽ തരാം. നിജേഷ് ചോദിക്കുമ്പോൾ കൊടുത്താൽ മതി. അല്ല, നിജേഷിന് കൊടുക്കില്ല. നിജേഷ് രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഇത് പിന്നെ നിജേഷിന് വേണമെങ്കിൽ RTI ആക്ട് പ്രകാരം കൊടുക്കാം. അല്ല, ഇത്രയും വളരെ ശ്രമപ്പെട്ട് പണിപ്പെട്ട് നേടിയ സാധനം അനായാസമായി കൊടുക്കുന്നത് ശരിയല്ലല്ലോ. അതാണ് ഒരു കാര്യം. പിന്നെ ആൻ്റണി എന്തുകൊണ്ടാണ് ഇന്നലെ ഇങ്ങനെ ഒരു വെടി പൊട്ടിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, കോൺഗ്രസ്സുകാർക്ക് പ്രത്യേകിച്ചും അറിയാം. അതുകൊണ്ടാണല്ലോ മിണ്ടാട്ടം മുട്ടിപ്പോകുന്നത്. നേതാക്കൾക്കാർക്കും മിണ്ടാട്ടമില്ലല്ലോ നിജേഷേ. ഈ അടിമമക്ക എന്ന് പറഞ്ഞ് CK ജാനു ആത്മകഥ എഴുതിയിട്ടുണ്ടേ. ഈ ആത്മകഥയിൽ മുത്തങ്ങ വെടിവെപ്പ് എന്ന് പറയുന്ന 2 ചാപ്റ്ററാണ്. ആ 2 ചാപ്റ്റർ കോഴിക്കോടുകാരനല്ലേ, വയനാട് എടുത്തുവാണല്ലോ. അടിമമക്ക കിട്ടാൻ പ്രയാസവുമില്ല. ട്രൂ കോപ്പി ലിങ്കാണ് അത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതിൽ വ്യക്തമായും പറയുന്നുണ്ട് ഈ മുത്തങ്ങ വെടിവെപ്പിലേക്ക് നയിച്ച സംഭവവികാസങ്ങളുടെ പശ്ചാത്തലം മുതൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് വരെ പറയുന്നുണ്ട്. അതിൽ ഈ ആൻ്റണിയുടെയും അവർ പ്രയോഗിക്കുന്ന ഭാഷ ഇവിടെ പറയാൻ പറ്റുന്ന ഞാൻ അത് പറയുന്നില്ല. പിന്നെ ഈ മോശം ഭാഷയല്ല പറഞ്ഞത്, അവരുടെ വേദനയുടെ ഭാഷ, അത് ഞാനിവിടെ പറയുന്നില്ല. അപ്പോൾ അത്രയ്ക്ക് വളരെ നീചമായിട്ടാണ് ആദിവാസി സമൂഹത്തിനെ അടിച്ചമർത്തി. അല്ല, ജാനുവിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ വ്യതിയാനമാണ് അതിലേക്കൊക്കെ എത്തിച്ചത് എങ്ങനെയാണെന്നാണ് പറയുന്നത്. ആരാണ് എത്തിച്ചത്? ഞാൻ അക്ഷരം കൊണ്ട് ജീവിക്കുന്നവനാണ്. അക്ഷരങ്ങളിൽ സത്യമാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അത് സമയപരിമിതി കൊണ്ട് ഇടപെടുകയാണ്. പക്ഷെ എന്തായിരുന്നാലും അസ്ഥികളായാലും തൂവലായാലും പിൻവിളികളിൽ കൈകൾ ഉയർത്തും. എത്ര കണ്ട് മറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും VD സതീശനും കൂട്ടരും പ്രതിപക്ഷവും എത്തപ്പെട്ടിരിക്കുന്നതും ആ ഉൾവിളിയുടെ പിൻവിളിയുടെ സത്യത്തിലേക്ക് തന്നെയാണ്. തീർച്ചയായും ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിലൂടെ പൂർണ്ണമാകുന്നു.